Hello students and welcome to KT Online Study App. നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിലെ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുന്ന മോഡ്യൂളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. This is your first lecture. And this particular module is common for both group A and B. ഇപ്പൊ group A ക്കാണെങ്കിൽ this actually comes under your module 3 and group B കാർക്ക് this is your first module. Fine. So we'll just start with the syllabus discussion. അപ്പോൾ സിലബസ് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് യുവർ സിലബസ്. അതിലെ ഈ ഇത്രയും കാണുന്ന പോർഷൻ അത് നമ്മൾ ആക്ച്വലി ഡീൽ ചെയ്യാൻ പോകുന്നത് വിൽ ബി ലേണിംഗ് അബൌട്ട് സെമി കണ്ടക്ടർ തിയറി. എന്താണ് ബേസിക്കലി സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്? ഓക്കെ, ആൻഡ് അവിടുത്തെ കേസിൽ ആക്ച്വലി ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. അതാണ് ഈ ഡെറിവേഷൻ. അവർ മെയിൻലി പറഞ്ഞേക്കുന്നത് കണ്ടോ, ദ ഡെറിവേഷൻ ഓഫ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡും ഡെൻസിറ്റി ഓഫ് ഹോൾസ് ഇൻ ബാലൻസ് ബാൻഡും. ഈ രണ്ട് ടോപ്പിക്കും അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ഡെറിവേഷൻസ് ആണ്. ആൻഡ് നിങ്ങൾ ചുമ്മാതെ കാണാതെ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രണ്ട് ഡെറിവേഷൻസ് ആണ്. മനസ്സിലായോ? സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡെറിവേഷൻ നിങ്ങൾ ഫ്രം ദ ബേസിക്, ഫ്രം ദ ഫണ്ടമെന്റൽ എന്താണ് സെമി കണ്ടക്ടർ എന്ന രീതിയിൽ പഠിച്ചാലേ നിങ്ങൾക്ക് വ്യക്തമായിട്ടും ആ രണ്ട് ഡെറിവേഷൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഡു ദാറ്റ് നമ്മൾ ഈ ക്ലാസ്സിലും ഫ്രം ദ ബേസിക് സെമി കണ്ടക്ടറിന്റെ ഈവൻ എന്താണ് ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? നമ്മുടെ സെൽസ് ആണ് അല്ലേ? ആ സെൽസ് ഒരു ലാറ്റിസ് സ്ട്രക്ചർ എന്നൊക്കെ പണ്ട് നിങ്ങൾ 11th 12th പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അവിടെ തൊട്ട് ഞാൻ ഈ ഫണ്ടമെന്റൽ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങും. സോ യു വിൽ ഗെറ്റ് എ വെരി ക്ലിയർ ഐഡിയ. ഫൈൻ. ആൻഡ് ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സിലബസ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ദി എന്താണ് ഈ നമ്മൾ ഇവിടെ പഠിക്കുന്ന സെമി കണ്ടക്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്. അതേതാ സെമി കണ്ടക്ടർ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കാൻ പറ്റും എന്ന കോൺസെപ്റ്റ് ആണ് ആക്ച്വലി നമ്മളിവിടെ പഠിക്കുന്നത്. ഫൈൻ. ഇതാണ് നിങ്ങളുടെ മോഡ്യൂൾ 3. ആൻഡ് ഇനി ആക്ച്വലി ഈ എൻറ്റയർ മോഡ്യൂൾ എന്താണ് സെമി കണ്ടക്ടറിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ഇനി നിങ്ങൾ എഗെയിൻ ഒരു മോഡ്യൂളും കൂടെ പഠിക്കും. നിങ്ങൾ ഗ്രൂപ്പ് A ആയാലും B ആയാലും ഒരു മോഡ്യൂളും കൂടെ നിങ്ങൾ എക്സ്ട്രാ പഠിക്കും. അതിൽ ഫുൾ എന്തായിരിക്കും, ഈ സെമി കണ്ടക്ടറിന്റെ ആപ്ലിക്കേഷൻസ് എന്തായിരിക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത്. ലൈക്ക് എന്താണ് ടണൽ ഡയോഡ്, എന്താണ് അവലാൻഷ് ഡയോഡ്, എന്താണ് സോളാർ സെല്ല്, ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, പിൻ ഫോട്ടോ ഡിറ്റക്ടർ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കുന്ന ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ലിറ്ററലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ട് ഗ്രൂപ്പുകാർക്കും നിങ്ങളുടെ 4 മോഡ്യൂൾ ഫിസിക്സ് ഉള്ളതില് 2 മോഡ്യൂൾസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവോട്ടഡ് ടു എന്താണ്, സെമി കണ്ടക്ടർ തിയറിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുന്ന പോർഷന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്. ഓക്കെ, ആൻഡ് ടു ബി ഓണസ്റ്റ് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കുക ആൻഡ് സ്കിപ്പ് ചെയ്ത് കളയാം, നെക്സ്റ്റ് സെമസ്റ്ററിൽ പോവാ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് സബ്ജക്റ്റ് അല്ല. എക്സ്പെഷ്യലി ടു ഗ്രൂപ്പ് ബി കാർക്ക് ഈ പഠിക്കുന്ന നമ്മുടെ ഈ 2 മോഡ്യൂൾ എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി യുവർ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ കോർ ആണ്. ബിക്കോസ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് സെമസ്റ്ററിൽ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്നൊരു സബ്ജക്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ആ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഒരു 30 to 40% കണ്ടന്റ് നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്, ഈ ഒരു പാർട്ടിക്കുലർ 2 മോഡ്യൂളിലാക്കി നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് SSD എന്നൊക്കെ പറയുന്നത് ആക്ച്വലി പൊതുവേ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് കുട്ടികൾ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ദേ നെവർ ഗെറ്റ് ദി ഫണ്ടമെന്റൽ ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ ഏതെങ്കിലും ഒരു മെറ്റീരിയലോ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഇക്വേഷൻ നോക്കി എഴുതാണ്. ഓക്കെ, കണ്ടക്ഷൻ ബാൻഡിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഇക്വേഷൻ എന്താണ്, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്താണ്, നിങ്ങൾ അങ്ങനെ ഇക്വേഷൻ പഠിച്ചായിരിക്കും എല്ലാവരും പോകുന്നത്. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് വാട്ട് ലാക്സ് ഇസ് ദാറ്റ് നിങ്ങൾ കംസ് ഡൗൺ ടു ദി ബോട്ടം ആൻഡ് വി കം ഡൗൺ ടു ദി ബോട്ടം ഫോർ ദ ഫണ്ടമെന്റൽ, നിങ്ങൾക്ക് അത് ലാക്ക് ചെയ്യും. കാരണം ആ ഇക്വേഷൻ എവിടെന്നാ വന്നത്, എന്തുകൊണ്ടാണ് നമ്മളൊരു അസംഷൻ എടുത്തത്, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് പൊതുവെ എല്ലാ കുട്ടികളും വന്നിട്ട് ദി ഫൈനലി സേ ദാറ്റ് SSD is a very difficult subject ആൻഡ് അല്ലെങ്കിൽ ഫിസിക്സിലെ ഈ ഒരു പാർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പൊതുവെ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. സോ ദാറ്റ് ഇസ് വൈ whenever I go for the subject ഞാൻ എപ്പോഴും I will start from the fundamental. അത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. എക്സ്പെഷ്യലി നിങ്ങൾ ഫസ്റ്റ് പാർട്ട് നോക്കിയിട്ട് ഈ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ദിസ് സെക്ഷൻ ഡെൻസിറ്റി, ഇത് 2 ഡെറിവേഷൻ ആണ്. നിങ്ങളുടെ ഈ മോഡ്യൂളിൽ ഡെഫിനറ്റ്ലി ചോദിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് വിൽ ബി ഈദർ ദ ഡെറിവേഷൻ ഓഫ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് അല്ലെങ്കിൽ ദ ഡെൻസിറ്റി ഓഫ് ഹോൾസ് ഇൻ ബാലൻസ് ബാൻഡ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചോദിക്കാൻ പോകും. ഇതിൽ ഏതിലൊന്നും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരിക്കും. ആൻഡ് ഈ ഒരു ഡെറിവേഷൻ പറയുന്നത്, ആ ഡെറിവേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാതെ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. അതിൽ ഓരോ ടേംസ് എന്ന് പറയുന്നതും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഔട്ട് ഓഫ് ദ ക്ലൗഡ് എടുക്കുന്ന പോലെ തോന്നും. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, നിങ്ങൾക്ക് ആ ഡെറിവേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്
ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ സെമി കണ്ടക്ടർ തിയറി. മനസ്സിലായോ? ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുത്തിട്ട് അതിന്റെ ലാറ്റ് സ്ട്രക്ചർ എന്താണ് എന്ന രീതിയിൽ നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മൾ പഠിക്കും. അതിന്റെ ഉപയോഗം ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഫോർദർ സബ്ജക്ട്സിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ദി എങ്ങനെയാണ് ഒരു ഹൈലൈറ്റ് ഓഫ് ദിസ് മോഡ്യൂൾ. ഓക്കെ, സോ വി വിൽ ജസ്റ്റ് ബിഗിൻ വിത്ത് ദി സെമി കണ്ടക്ടർ തിയറി. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നമ്മൾ എന്താണ് സെമി കണ്ടക്ടർ നിങ്ങൾ 11th 12th ഒക്കെ ജസ്റ്റ് ഒരു ബേസിക്സ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ മനസ്സിലാക്കുക, ആ ഒരു ലെവലിലേ അല്ല നമ്മൾ ബിടെക്കിന് വരുമ്പോൾ പഠിക്കേണ്ടത്. ഓക്കെ, നമ്മളൊരു എഞ്ചിനീയറിംഗ് ആസ്പെക്ടിൽ വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വ്യൂ ചെയ്യുന്ന സമയത്ത് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ മാറുന്നുണ്ട്. ഓക്കെ, സോ 11th 12th നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫൈൻ. സെമി കണ്ടക്ടർ എന്താ നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവും. പക്ഷേ എഞ്ചിനീയറിംഗ് ആസ്പെക്ടിൽ വരുമ്പോൾ ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അനലൈസ് മോർ. ഒരു ടേം കാണുമ്പോൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കാണ്ട് എന്തുകൊണ്ടാ ടേം വന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുക. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എൻ അസംഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിട്ട് ചെയ്യാം. Okay, so starting with semiconductor, what are semiconductor? So by definition നമുക്ക് just എന്ത് പറയാം, a semiconductor is material whose electrical conductivity will fall between that of a conductor as well as that of an insulator. അപ്പൊ അങ്ങനെ ഒരു ഡെഫിനേഷൻ നമുക്ക് പറയണമെങ്കിൽ we need to know what are these three kind of material. കണ്ടക്ടർ ഉണ്ട്. എന്താണ് ഒരു എക്സാമ്പിൾ? കണ്ടക്ടറിന്റെ കേസിൽ പല എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഒരു മെറ്റൽ, അല്ലെ? ഇപ്പൊ മെറ്റലിന്റെ കേസിൽ നമ്മൾ എന്തുകൊണ്ടാണ് അതിന് കണ്ടക്ടർ എന്ന് പറയുന്നത്? ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി, അല്ലെ? അതുപോലെ നമുക്ക് ഇൻസുലേറ്റർ ഉണ്ട്. എക്സാമ്പിൾ എന്താണ് ഇവിടെ കൊടുത്തേക്കുമ്പോൾ ഗ്ലാസ്, റബ്ബർ, ഓയിൽ, പ്ലാസ്റ്റിക്, ഇതെല്ലാം എന്താണ്? ഇൻസുലേറ്റേഴ്സ്. വിച്ച് ഇംപ്ലൈസ് എന്താണ്? അവർക്ക് കണ്ടക്ടിവിറ്റി ഇല്ല, വെരി പോർ കണ്ടക്ടിവിറ്റി, അല്ലെ? ആൻഡ് ഈ രണ്ട് മെറ്റീരിയലിന്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു പാർഷ്യലി കണ്ടക്ടിങ് മീഡിയം, വി കൻ സേ ഇറ്റ് ലൈക്ക് ദാറ്റ്. എന്താണ്? വി കോൾ ഇറ്റ് ആസ് എ പാർഷ്യലി conducting medium. ഫൈൻ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഞാൻ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നുണ്ട്. എന്താണ് ആക്ച്വലി കണ്ടക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? സി കണ്ടക്ഷൻ മീൻസ് എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അല്ലെ? വി നോ ദാറ്റ് ഇൻ എ സെമി കണ്ടക്ടർ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കണ്ടക്ടിങ് ഒരു മെറ്റീരിയൽ ഓഫ് സം പർട്ടിക്കുലർ ലെങ്ത് എൽ ഞാൻ എടുക്കുകയാണ്. ഇതൊരു കണ്ടക്ടിങ് മീഡിയം ആണ്. ലൈക്ക് എന്താണ്? ഒരു കോപ്പർ വയറോ, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു സിൽവറോ, അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വയറാണിത്. ആൻഡ് ഇതുവഴി ഞാനൊരു കറണ്ട് പാസ് ചെയ്യാണ്. ഓക്കെ, ഒരു കറണ്ട് പാസ് ചെയ്യാണ്. ആൻഡ് ഇതിന് എക്രോസ് ആയിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്, ഹൂസ് വാല്യൂ ഇസ് വി, അല്ലെ? ഒരു കണ്ടക്ടിങ് മെറ്റീരിയൽ ഉണ്ട്, അതിന് എക്രോസ് ആയിട്ട് ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ഇൻ ദിസ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് കറണ്ട് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇറ്റ് ഇസ് നോർമലി റിപ്രസെന്റഡ് ബൈ ദി ഓംസ് ലോ. ഓംസ് ലോ എങ്ങനെ പറയുന്നത്? ദാറ്റ് വോൾട്ടേജ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട് ആയി എന്ന് പറയും. അതർവൈസ് വി കൻ സേ ദാറ്റ് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ വിൽ ബി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, അല്ലെ? ദിസ് ഇസ് യു ബേസിക് ഓംസ് ലോ. മനസ്സിലായോ? വി ഇസ് പ്രൊപ്പോർഷണൽ ടു ഐ, അതായത് വോൾട്ടേജ് എത്ര കൂട്ടുന്നുണ്ടോ കറണ്ട് അതിനനുസരിച്ച് കൂടും, അല്ലെ? അപ്പൊ ഈ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അല്ലെ? ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന ഒരു ടേമാണ് എന്ത് പറയുന്നത്? ഈ കറണ്ട് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? സോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് കാരണം എന്ത് പറ്റുന്നുണ്ട്? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന് പറയുന്നതാണ് മൊബിലിറ്റി. ഓക്കെ, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിന് നമ്മൾ പറയുന്നതാണ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി കാരണം ഉണ്ടാവുന്ന ഒരു പാരാമീറ്റർ ആണ് ഈ പറയുന്ന കറണ്ട്. ഓക്കെ, ആൻഡ് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, കറണ്ടിന് ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ വി സേ ദാറ്റ് മെറ്റീരിയൽ ഇസ് കണ്ടക്ടർ. സോ നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി റിലേറ്റ്സ് ടു എന്താണ്? ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ട് ഉണ്ടാവുന്നുണ്ടോ അവിടെ കണ്ടക്ഷൻ ഉണ്ട്. കറണ്ട് കൂടും തോറും കണ്ടക്ഷൻ കൂടും. കറണ്ട് കുറയും തോറും എന്ത് കുറയും? കണ്ടക്ടിവിറ്റിയും കുറയും. ഇനി എന്തുകൊണ്ടാണ് ഈ കണ്ടക്ഷൻ കുറയാനുള്ള റീസൺ? ഇപ്പൊ ഈ ഇൻസുലേറ്റർ എന്ന് പറയുന്ന മെറ്റീരിയൽ കേസാണെങ്കിൽ വി സേ ദാറ്റ് ദ മെറ്റീരിയൽ ഹാസ് ഐഡിയലി സീറോ കണ്ടക്ടിവിറ്റി എന്ന് പറയും. എന്തുകൊണ്ടാ? കാരണം ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ കേസിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല, അല്ലെ? ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിൽ പ്ലാസ്റ്റിക്കിൽ ഇലക്ട്രോൺസ് ഉണ്ടോ? ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി, ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് കറണ്ട് ഇല്ല. കറണ്ട് ഇല്ല എങ്കിൽ വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദി കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി വെരി പുവർ ആയിരിക്കും. ഓക്കെ, ആൻഡ് കണ്ടക്ടിവിറ്റി പുവർ ആകുന്ന സമയത്ത് നമ്മൾ ഈ ഓംസ് ലോ നോക്കുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ആൻഡ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പറയുന്ന കറണ്ടിന്റെ ഫ്ലോയിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് ഈ പറയുന്ന റെസിസ്റ്റൻസ്,
അല്ലെ? അപ്പൊ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്? കറണ്ട് ഫ്ലോ കുറയുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് കണ്ടക്ഷൻ എന്ത് പറ്റുന്നുണ്ട്? കുറയുന്നുണ്ട്. ഓക്കെ, സോ റെസിസ്റ്റൻസ് കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നുണ്ട്. ഇതാണ് കണ്ടക്ഷനും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കണ്ടക്ടൻസ് എന്ന് പറയുന്ന ടേമും ഇസ് ആക്ച്വലി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു എന്താണ്? റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ദിസ് ഇസ് എ റിലേഷൻ. ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടർ പറഞ്ഞാണെങ്കിൽ നമ്മളിപ്പോ ഈ കേസിൽ നോക്കി, ഇവിടെ നമുക്കിപ്പോ പറയാം ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടർ എന്താണ്? കണ്ടക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആരോ വരയ്ക്കുകയാണെങ്കിൽ ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? കണ്ടക്ടൻസ് ഫ്രം ലോ ടു ഹൈ ആയിരിക്കും. ആൻഡ് ഇത് കണ്ടക്ടൻസ് ആണെങ്കിൽ കണ്ടക്ടൻസ് ഇസ് നോർമലി റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ജി ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ലെസ് ഫോർ കണ്ടക്ടർ ആൻഡ് വെരി ഹൈ ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്റർ. മനസ്സിലായോ? സോ ഒരു പാർഷ്യലി ഇതുപോലെ കണ്ടക്ടറിന്റെ അത്ര കണ്ടക്ടിവിറ്റി ഇല്ല, പക്ഷെ ഇൻസുലേറ്ററിന്റെ അത്ര റെസിസ്റ്റിവിറ്റിയും ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ, അതാണ് നമ്മൾ പാർഷ്യലി കണ്ടക്ടിങ് മീഡിയം എന്ന് പറയുന്നത്, സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ദി എന്താണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു ദി സെമി കണ്ടക്ടർ. ഇനി ഈ സെമി കണ്ടക്ടർ നമ്മൾ പഠിക്കുന്നതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ വരുന്നത്? നിങ്ങൾ ജസ്റ്റ് ഫിഗർ നോക്കിയാൽ മതി. നിങ്ങൾ കണ്ടിട്ടുള്ള കുറച്ച് ഡിവൈസസ് ആയിരിക്കും അല്ലേ നിങ്ങളുടെ ഇപ്പൊ ഫസ്റ്റ് ഇയറിലുള്ള ലാബിലൊക്കെ. അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ സി വി ഹാവ് ദിസ് കപ്പാസിറ്റർ. പിന്നെ ഇതെന്താണ്? നമ്മുടെ ഇന്റഗ്രേറ്റഡ് ചിപ്പാണ് നമ്മുടെ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇപ്പം i3, i5, i7, i9 ആ ജനറേഷനിൽ യൂസ് ചെയ്യുന്ന മദർ ബോർഡിലെ ചിപ്പാണ്. ആ ചിപ്പ് യൂസ് ചെയ്യാൻ ആ ചിപ്പ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ മെറ്റീരിയൽ ആണ് സെമി കണ്ടക്ടർ. അതേപോലെ നമ്മുടെ ചില ഇതുപോലത്തെ LED ബൾബ് വരും, അതേപോലെ സോളാർ പാനലിൽ വരും. അങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ട്രാൻസിസ്റ്ററും അങ്ങനെ പല ആപ്ലിക്കേഷൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദീസ് ആർ യുവർ മേജർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇനി മൂവിങ് ഓൺ ടു ദ ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ, നമുക്ക് മെയിൻലി പറയാൻ പറ്റുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇസ് എലമെന്റൽ ആൻഡ് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ മെയിൻ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. എലമെന്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഫണ്ടമെന്റലി നമ്മൾ ഏറ്റവും മെജോറിറ്റി ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു കൈൻഡ് ഓഫ് സെമി കണ്ടക്ടർ ആണ് സിലിക്കൺ. സിലിക്കൺ ആൻഡ് ജെർമേനിയം. അതിലും സിലിക്കൺ ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സെമി കണ്ടക്ടർ. അത് വരുന്നത് എന്താണ്? എലമെന്റൽ ക്ലാസിഫിക്കേഷനിലാണ്. കാരണം എന്താണ്? എലമെന്റൽ എന്ന് പറയുമ്പോൾ ആ സെമി കണ്ടക്ടർ എന്താണോ ദാറ്റ് വിൽ ബി മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് എലമെന്റ്. ഇപ്പൊ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ഇതൊക്കെ എന്താണ്? എലമെന്റൽ സെമി കണ്ടക്ടറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി കോമ്പൗണ്ട് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? പല എലമെന്റ്സ് ചേർന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ എന്താണ് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്നത്, ഗാലിയവും ആർസനൈഡും എന്താണ്? രണ്ട് ഇൻഡിപെൻഡന്റ് സെമി കണ്ടക്ടേഴ്സ് ആണ്. അത് കമ്പൈൻ ചെയ്യുമ്പോൾ വി ഗെറ്റ് ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ. മനസ്സിലായോ? ഇത് പല എലമെന്റ് കാരണം ഉണ്ടാക്കുന്നതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് എ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ. അപ്പൊ ദിസ് ഇസ് യുവർ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ആ ഫ്ലോ ചാർട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ വി ഹാവ്, അപ്പൊ അതിൽ ഈ ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നത് ഞാനിപ്പോ പറഞ്ഞ കേസാണ്. ഈ കാണിച്ചേക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ അതിൽ എലമെന്റിലും ഉണ്ട് കോമ്പൗണ്ടും ഉണ്ട്. എലമെന്റിലെ കേസിൽ സിലിക്കൺ, ജെർമേനിയം ഒക്കെ എക്സാമ്പിൾ ആണ്. ഇനി കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടിപ്പിൾ എലമെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇനോർഗാനിക്കും ഓർഗാനിക്കും ആയിട്ട് പറയാൻ പറ്റും. ഓർഗാനിക് എന്ന് പറയുമ്പോൾ എന്താണ്? സംതിങ് വിച്ച് ഡസന്റ് കൺസിസ്റ്റ് ഓഫ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. CH ബോണ്ട്സ് ഇല്ലാത്തതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി CH ബോണ്ട്സ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? നമ്മൾ ഇനോർഗാനിക് എന്ന് പറയാറുണ്ട്. ജനറൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഇനോർഗാനിക്കിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ടൈപ്സ് നോക്കിയേ. ഗാലിയം ആർസനൈഡ്, ഓക്കെ, അതേപോലെ ഗാലിയം ആർസനൈഡ്, ഫോസ്ഫേറ്റ്, ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ്? നമ്മുടെ എലമെന്റിൽ വരുന്ന ഇനോർഗാനിക് സെമി കണ്ടക്ടർ. അതുപോലെ ഓർഗാനിക് സെമി കണ്ടക്ടേഴ്സ് വരാറുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് എന്താണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. അതായത് നമ്മുടെ ഫണ്ടമെന്റലി നമ്മൾ നാച്ചുറലി കാണുന്ന സെമി കണ്ടക്ടർ, അതിൽ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇമ്പ്യൂരിറ്റീസ് ഉള്ളതാണെങ്കിൽ വി കോൾ ദാറ്റ് ആസ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പൊ ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് നമ്മൾ വ്യത്യാസം എന്താണ്? നമ്മൾ ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എക്സ്ട്രിൻസിക്, ഇമ്പ്യൂരിറ്റി ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് ഇൻട്രിൻസിക്.
ഓക്കെ, അപ്പൊ നാച്ചുറലി കാണുന്ന സെമി കണ്ടക്ടേഴ്സ് എന്താണ്? ഇൻട്രിൻസിക് ഇൻ നേച്ചർ ആയിരിക്കും. പക്ഷേ ആ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? ഒരു മിനിമൽ വാല്യൂ ആയിരിക്കും. അതിന്റെ കണ്ടക്ടിവിറ്റിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സംതിങ് കോൾഡ് ആസ് അഡീഷൻ ഓഫ് ഇമ്പ്യൂരിറ്റി. നമ്മൾ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കൊടുക്കും. ആ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ഓക്കെ, ഇറ്റ് ഇസ് കോൾഡ് ആസ് ഡോപ്പിംഗ്. മനസ്സിലായോ? അപ്പൊ ഡോപ്പിംഗ് പ്രോസസ്സ് കാരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പറയുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ. അതിലും നമുക്ക് രണ്ട് ടൈപ്പ് പറയാൻ പറ്റും. അതായത് ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി. നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി പെന്റാവാലന്റ് ആവാം, ട്രൈവാലന്റ് ആവാം. ഓക്കെ, ഇതെന്താണ് ഈ പെന്റാവാലന്റ് ആൻഡ് ട്രൈവാലന്റ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഒരു ആറ്റം ഉണ്ടെങ്കിൽ ഈ ആറ്റമിന്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതിന് ആ ഓർബിറ്റൽ തിയറിനെ പറ്റിയൊക്കെ ഞാൻ പറയും കേട്ടോ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇൻ ദ സബ്സിക്വന്റ് ലെക്ചേഴ്സ്. ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. പെന്റാവാലന്റ് എന്ന് വെച്ചാൽ ഔട്ടർമോസ്റ്റ് ഓർബിറ്റലിൽ 5 ഇലക്ട്രോൺ വരും. ട്രൈവാലന്റ് എന്ന് വെച്ചാൽ ഔട്ടർമോസ്റ്റ് ഓർബിറ്റലിൽ 3 ഇലക്ട്രോണേ വരത്തുള്ളൂ. ഫൈൻ. അപ്പൊ അങ്ങനത്തെ ഏത് കൈൻഡ് ഓഫ് ഈ ട്രൈവാലന്റ് ആണോ പെന്റാവാലന്റ് ആണോ ഏതാണോ ഞാൻ ആഡ് ചെയ്യുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എക്സ്ട്രിൻസിക്കിനെ എൻ ടൈപ്പ് എന്നും പി ടൈപ്പ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ പെന്റാവാലന്റ് ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ 5 ഇലക്ട്രോൺസ് ഉള്ളതാണ് ആഡ് ചെയ്യുന്നെങ്കിൽ ഇറ്റ് ബിക്കംസ് ദി എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇനി ട്രൈവാലന്റ് ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ എന്താവും? അതൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ആവും. ഫൈൻ. സോ ദിസ് ഇസ് ദ ബേസിക് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിൽ ഈ ഫസ്റ്റ് നമ്മളിപ്പോ സിലബസ് കാണിച്ചില്ലേ, ഞാൻ സിലബസ് കാണിച്ചതിലെ ഈ ഫസ്റ്റ് സെക്ഷനിൽ അവർ മെയിൻലി പറഞ്ഞേക്കുന്നത് നോക്കിയേ അബൌട്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസിന്റെ ഡെറിവേഷൻ ആണ് അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷനും പിന്നെ വേരിയേഷൻ ഓഫ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ വിത്ത് ടെമ്പറേച്ചർ, ഇതാണ് മെയിൻലി അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഫസ്റ്റ് ലെക്ചറിൽ നമ്മൾ കൂടുതൽ എന്തായിരിക്കും പഠിക്കാൻ പോകുന്നത്? ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷനെ പറ്റിയാണ് പഠിക്കുന്നത്. ഫൈൻ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻലി ഇവിടെ പഠിക്കേണ്ടത് 3 ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പൊളാരിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ്. മനസ്സിലായോ? അതായത് ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന സമയത്ത് ഓക്കെ, ഈ സെമി കണ്ടക്ടറിനകത്ത് എന്തുണ്ടാവും? നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റലി സെമി കണ്ടക്ടർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ആറ്റംസ്. കുറെ ആറ്റംസ് അടുക്കി ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ നമ്മൾ അടുക്കി വെക്കുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയുന്നത്? ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഫൈൻ. ഓക്കെ, അപ്പൊ ആ ഒരു സെമി കണ്ടക്ടറിന്റെ കേസിൽ ഓരോ ആറ്റത്തിനും ഓരോ എന്താണ് പ്രീ ഡിഫൈൻഡ് സ്ട്രക്ചറും അതിന് പൊസിഷൻസും ഒക്കെ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ എടുത്തേക്കുന്നത് ദിസ് ഇസ് എ കാർബൺ ആറ്റം ആണ്, സിലിക്കൺ അല്ല. ദിസ് ഇസ് നോട്ട് എ സെമി കണ്ടക്ടർ, ഇതൊരു കാർബൺ ആറ്റം ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ആ നമ്മുടെ അറ്റോമിക് സ്ട്രക്ചർ ഒന്ന് റിവൈസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത എക്സാമ്പിൾ ആണ്. ഫൈൻ. ഓക്കെ, അപ്പൊ ഈ കാർബൺ ആറ്റം നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എൻ ആറ്റം അറ്റോമിക് സ്ട്രക്ചർ ആണ്. ഈ അറ്റോമിക് സ്ട്രക്ചർ ആരാ കണ്ടുപിടിച്ചെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. ബോർ മോഡൽ ഉണ്ട്, റൂദർഫോർഡ് മോഡൽ ഉണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനത്തെ പല പല മോഡൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ സയന്റിസ്റ്റും ഓരോരോ ഡിഫറെന്റ് എക്സ്പെരിമെന്റ്സ് കാരണം ഇതിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മോഡലാണ് ഈ പറയുന്ന ഓർബിറ്റൽ മോഡൽ എന്ന് പറയുന്നത്. അറ്റോമിക് ഓർബിറ്റൽ മോഡൽ ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നത്. ഈ അറ്റോമിക് ഓർബിറ്റൽ നോക്കുകയാണെങ്കിൽ സെന്ററിൽ വരുന്ന ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് ദിസ് ഇസ് യുവർ ന്യൂക്ലിയസ്, അല്ലെ? നമ്മൾ അതിന് പറയുന്ന പേരാണ് ദിസ് ഇസ് എ ന്യൂക്ലിയസ്. ഓക്കെ, ആൻഡ് ആ ന്യൂക്ലിയസിൽ എന്തുണ്ടാവും? ന്യൂക്ലിയസിനകത്ത് നമുക്ക് പ്രോട്ടോൺസും ഉണ്ടാവും, അതുപോലെ ന്യൂട്രോൺസും ഉണ്ടാവും, അല്ലെ? അതുപോലെ നമ്മുടെ ഇലക്ട്രോൺസും ഉണ്ടാവും, അല്ലെ? ഇലക്ട്രോൺസ് ഉള്ളത് എവിടെയാണ്? ന്യൂക്ലിയസിന്റെ അകത്തല്ല, പക്ഷെ പുറത്താണ്. അപ്പൊ ഈ നിങ്ങൾ ഫിഗറിൽ നോക്കിയ ഈ ഓർബിറ്റലുണ്ടോ ഇങ്ങനെ യെല്ലോ കളറിൽ കൊടുത്തേക്കുന്ന സർക്കിൾസ്, ഇതാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത്. ആ പ്രീ ഡിഫൈൻ പാത്ത് വഴിയായിരിക്കും നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഇലക്ട്രോൺസും പുറത്ത് നമുക്കുണ്ടാവും. സോ ഒരു ആറ്റമിന്റെ അകത്ത് ഇലക്ട്രോൺ, ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ആണ് ഉള്ളത്. ഇവരുടെ ഒരു കോമ്പോസിഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? ഈ ആറ്റം എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫൈൻ. അപ്പോ ഈ ഇലക്ട്രോൺസ് നമ്മൾ പറഞ്ഞു പല പല ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതുള്ള എന്താണ്? എസ് ഓർബിറ്റൽ ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഇങ്ങനെ പല പല ഓർബിറ്റൽസിലായിരിക്കും നമ്മുടെ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു Pauli's exclusion principle. Okay, something called as Pauli's exclusion principle, which states that
no two electron can have the same set of 4 quantum numbers. ഓക്കെ, ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഏതെങ്കിലും 2 ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ ഈ 2 ഇലക്ട്രോണിനും ഒരേപോലത്തെ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവത്തില്ല എന്നാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ എൻ്റെ അടുത്ത് പോകുന്നില്ല, കാരണം ജസ്റ്റ് നിങ്ങൾക്ക് ആ ടേം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 2 ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ അതിന് കോമൺ ആയിട്ട് 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവത്തില്ല. അതിൽ ഒരു ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സ്പിൻ എന്ന് പറയും. ഈ ഇലക്ട്രോണിന്റെ മൂവ്മെന്റിനാണ് നമ്മൾ ഒരു ഇലക്ട്രോണിക് മൂവ്മെന്റിനാണ് നമ്മൾ സ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടിനും ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കും ഉണ്ടാകുന്നത്. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ സ്പിന്നിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലായോ? അതും വി വിൽ കം ഓൺ. അത് എന്താണെന്ന് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഓർബിറ്റൽ തിയറിയിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ടന്റ്സ് എന്താ ഞാൻ ഇവിടെ ഹൈലൈറ്റ് പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട്. അപ്പോ ആസ് വി വേ ഡിസ്കസിങ് ഹിയർ, ഈ ഇലക്ട്രോൺസ് എവിടെയുള്ളത്? ഈ ഓർബിറ്റൽസിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ഈ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽ വരുന്നില്ലേ, ആ ഔട്ടർമോസ്റ്റ് ഓർബിറ്റലില് എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അതിന്റെ ഒരു കൗണ്ടിന് നമ്മൾ പറയുന്നതാണ് ബാലൻസ് ഇലക്ട്രോൺ. അപ്പൊ കാർബണിന്റെ കേസിലാണെങ്കിൽ നോക്കിയേ, കാർബണിന്റെ കേസിലാണെങ്കിൽ ഔട്ടർമോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ആണ് കാണിച്ചിരിക്കുന്നത്? 4 ഇലക്ട്രോൺസ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 4 വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് യുവർ ഓർബിറ്റൽ തിയറി. നമ്മളിപ്പോ എന്താ പഠിക്കുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെമി കണ്ടക്ടർ ആണ്. അപ്പൊ സെമി കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്യാരക്ടർ എന്തായിരുന്നു? പൊളാരിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു സെമി കണ്ടക്ടറിന്റെ കേസിൽ നമുക്ക് ഉണ്ടാവുന്ന 2 മേജർ ടൈപ്സ് ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ് ഹോൾസും ഇലക്ട്രോൺസും. മനസ്സിലായോ? ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ് ഇൻ ചാർജ് ആൻഡ് ഹോൾസ് ആർ പോസിറ്റീവ് ഇൻ ചാർജ്. ഇതാണ് നമ്മുടെ സെമി കണ്ടക്ടറിൽ കാണുന്ന 2 മെയിൻ ടൈപ്സ് ഓഫ് ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ പറയുന്നത്. പക്ഷെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ചാൽ ഇത് രണ്ടും മാത്രമല്ല, യു ആക്ച്വലി ഹാവ് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻ ദ സെമി കണ്ടക്ടർ. എന്താന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് നമ്മുടെ ഈ പറയുന്ന എന്താണ്? ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് നമ്മൾ പൊതുവെ ഫ്രീ ഇലക്ട്രോൺസ് ആ പറയുന്നത്. അതിന്റെ റീസൺ എന്താ നമുക്ക് നോക്കാം. അതുപോലെ രണ്ടാമത് വരുന്നതാണ് ഹോൾസ് എന്ന് പറയുന്നത്. ഫ്രീ ഇലക്ട്രോൺസ് എന്താണ്? നെഗറ്റീവ് ഇൻ ചാർജ്, ഹോൾസ് ആർ പോസിറ്റീവ് ഇൻ ചാർജ്. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫോട്ടോൺസ് ആണ്. മനസ്സിലായോ? ഫോട്ടോൺസ് എന്താണ്? ബേസിക്കലി ഒരു യൂണിറ്റ് എന്താണ്? ഒരു ഫണ്ടമെന്റൽ ഒരു പാക്കറ്റ് ഓഫ് എന്താണ്? ലൈറ്റ് ആണ്. നമ്മുടെ ലൈറ്റ്, നമ്മൾ കാണുന്ന ലൈറ്റ് ഇല്ലേ, ആ ലൈറ്റിലുള്ള ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് ഈ പറയുന്ന ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ആണ്. മനസ്സിലായോ? നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ സിഗ്നൽസും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ആ സ്പെക്ട്രം നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള സ്പെക്ട്രം ഇല്ലേ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, അതിൽ വരുന്ന ഒരു ടൈപ്പാണ് ഈ പറയുന്ന വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ് എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് എന്ന് പറയും. ദാറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ആണ്. മനസ്സിലായോ? ആ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഫോട്ടോന്റെ എനർജി എനിക്ക് ഇ എന്ന് പറയാൻ പറ്റും. ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് ഇ, വിച്ച് വിൽ ബി ഈക്വൽ ടു h into u എന്ന് പറയാം. ഓക്കെ, ഇതാണ് അതിലെ ഒരു ഫണ്ടമെന്റൽ ഫോട്ടോന്റെ എനർജി. ആ h എന്ന് പറയുന്നത് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? ആ v എന്ന് പറയുന്നതാണ് വെലോസിറ്റി ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ദിസ് ഇസ് യുവർ തേർഡ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. ഇനി ഫോർത്ത് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് ഫോണോൺസ്. മനസ്സിലായോ? ഓക്കെ, ഫോണോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? സൗണ്ട് വേവ് ഇല്ലേ? ഓക്കെ, സൗണ്ട് വേവ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഇറ്റ് ഇസ് അഗെയിൻ എ ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ആണ്. ഓക്കെ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് മൈക്രോവേവ്സ് വരും, എക്സ്റേസ് വരും, ഗാമ റേസ് വരും, വിസിബിൾ ലൈറ്റ് വരും, ഇൻഫ്രാറെഡ് വേവ്സ് വരും. പിന്നെ പല പല ടൈപ്സ് ഓഫ് കാറ്റഗറി ആയിട്ട് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ വരുന്നതാണ് ഓഡിയോ സിഗ്നൽസും. ഓക്കെ, ഈ ഓഡിയോ സിഗ്നൽസ് അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന സിഗ്നലിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് ഫോണോൺസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ലൈറ്റിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് ഫോട്ടോൺസ്, വൈൽ സൗണ്ട് വേവ്സിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് ഫോണോൺസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ബേസിക്കലി എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായോ? സോ ഈ 4 ആക്ച്വലി നിങ്ങളുടെ സെമി കണ്ടക്ടറിന്റെ അകത്ത് വരുന്ന 4 ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയാൻ പറ്റുന്നത്. മനസ്സിലായോ? പക്ഷേ നമ്മൾ ഈ കേസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫോട്ടോൺസിനെ പറ്റി അധികം പറയാറില്ല. വി ആക്ച്വലി ഡീൽ വിത്ത് എന്താണ്? ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ജനറേഷൻ ആൻഡ് റീകോമ്പിനേഷനെ പറ്റിയാ. എങ്ങനെയാണ് ഈ സെമി കണ്ടക്ടറിൽ നിന്ന് എനിക്ക് ഒരു കണ്ടക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്, എങ്ങനെയുണ്ട് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ആക്ച്വലി പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻലി ഫോക്കസ് കൊടുക്കുന്നത് എന്തിനെ പറ്റിയായിരിക്കും? ഫ്രീ ഇലക്ട്രോൺസിനെ ഹോൾസിനെയും പറ്റിയാണ്. അത്രേ ഉള്ളൂ ആ കോൺസെപ്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് പോയിന്റ്.
ഓക്കെ. ആൻഡ് ഈ ഇലക്ട്രോണിന്റെ ചാർജ് എന്താ പറയുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 1.6 ഇൻറ്റു 10⁻⁻19 കൂളംബ് ആണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. Okay, and look at the second point. See, both electrons and holes are equal in magnitude, പക്ഷെ opposite polarity ആയിരിക്കും. Okay, എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ കേസിൽ, അതായത് ഇലക്ട്രോണിന്റെ കേസിലും ഹോളിന്റെ കേസ് പറയുകയാണെങ്കിൽ ഹോളിന്റെ കേസിലും the value will be 1.6 into 10⁻⁻19 കൂളംബ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതെന്താണ്, ഇലക്ട്രോണിന്റെ കേസിൽ നെഗറ്റീവ് ആണ്, -1.6 ആണ്, ഹോളിന്റെ കേസിൽ പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ട് വാല്യൂ ഓപ്പോസിറ്റ് ആണ്, പക്ഷേ ഓപ്പോസിറ്റ് എന്താണ്, സൈൻ ആണ്. ഫൈൻ. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഹോൾസ്. ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞു മൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി കൂടുതലാവുന്നതിന്റെ റീസൺ എന്താണ്, ഇഫ് സംതിങ് ഇസ് മൂവിങ് ഫാസ്റ്റർ ദൻ അതർ, അതിന്റെ ഒരു റീസൺ എന്തായിരിക്കും, അതിന്റെ സൈസ് ആയിരിക്കും അല്ലെ. ഇവിടുത്തെ കേസിൽ വി കൻ ടോക്ക് അബൌട്ട് ദി എഫക്റ്റ് ഓഫ് മാസ് ആയിരിക്കും. Okay, the mass of an electron is actually comparatively lesser than that of hole. അതുകൊണ്ട് we can say that electron will move faster than that of hole. Okay, നമ്മൾ ഈ ഹോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരു പോസിറ്റീവ് എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നതല്ലേ. പക്ഷെ ഇൻഫാക്ട് എന്ന് വെച്ചാൽ ഇൻ പ്രാക്ടിക്കൽ കേസ് ഈ പ്ലസ് എന്ന് പറയുന്ന ഒരു സാധനം ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇലക്ട്രോൺ നെഗറ്റീവ്, ഹോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ നമുക്ക് പ്ലസ് എന്ന് പറയുന്ന ഒരു ചാർജ് പാർട്ടിക്കിൾ അതിൻ്റെ അകത്തില്ല. ഈ ഹോൾ എന്ന് പറയുന്നതും നമ്മൾ ആക്ച്വലി റെഫർ ചെയ്യുന്നത് ടു സംതിങ് കോൾഡ് ആസ് ബൗണ്ട് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ടു സംതിങ് കോൾഡ് ആസ് ബൗണ്ട് ഇലക്ട്രോണിനെയാണ്. ബൗണ്ട് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല, നമ്മുടെ ഔട്ടർ മോസ്റ്റ് ബാലൻസ് ഇലക്ട്രോണിനെ തന്നെയാണ് ബൗണ്ട് എന്ന് പറയുന്നത്. ആ ബൗണ്ട് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ദേ വിൽ ബി വെരി മച്ച് ഇൻ ക്വാണ്ടിറ്റി. മനസ്സിലായോ? അപ്പൊ അത്രയും വലിയൊരു ക്വാണ്ടിറ്റി എന്നെ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു അതിന്റെ കറസ്പോണ്ടിങ് ഒരു കുഞ്ഞു സാധനത്തിന് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് ഈ ഹോൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ജസ്റ്റ് ഇങ്ങനെ വിചാരിച്ചാൽ മതി. സപ്പോസ് ഐ ഹാവ് ദിസ് ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്, മനസ്സിലായോ? ആൻഡ് ഇതിന്റെ അകത്ത് ഞാനൊരു കുഞ്ഞു സർക്കിളും വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ എം സെയിങ് ദാറ്റ് ഈ വലിയ സർക്കിളിന്റെ അകത്തുള്ള ഇത്രയും വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. ഇഫ് സപ്പോസ് അതിന്റെ വാല്യൂ ഞാൻ എക്സ് എന്ന് പറയാണ്. ഓക്കെ, അതുപോലെ എനിക്ക് അകത്തുള്ള കുഞ്ഞു ക്വാണ്ടിറ്റി എന്ന് പറയുന്നതിന്റെ വാല്യൂ വൈ ആണ്. മനസ്സിലായോ? അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നതിന് പകരം ഇഫ് ഐ എം സെയിങ് ദാറ്റ് ഐ ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ സംഹൗ. മനസ്സിലായി? എക്സ് എന്ന് പറയുന്നത് ഹ്യൂജ് സാധനമാണ്. ആ ഹ്യൂജ് സാധനം കണ്ടുപിടിക്കുന്നതിന് പകരം ആ എക്സിന്റെ റിലേറ്റീവ് ആയിട്ട് വരുന്ന ഈ വൈനെ കണ്ടുപിടിക്കാമെങ്കിൽ ഈ വൈ വെച്ചിട്ട് എനിക്ക് ആക്ച്വലി എന്ത് കണ്ടുപിടിക്കാം, ഒരു എക്സിന്റെ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ ആക്ച്വലി നിങ്ങളുടെ ബെഞ്ചമിൻ സ്ട്രീറ്റ്മാൻ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതിൽ പറയുകയാണെങ്കിൽ അവരൊരു വാട്ടർ ബബിൾ എന്ന് പറയുന്ന ഒരു അനലോഗി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമുക്ക് ഇങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ടിൽറ്റഡ് ആയിരിക്കുന്ന ഒരു വാട്ടർ ബോട്ടിലാണ്. അതിൻ്റെ അത് നിങ്ങൾ കുറേ വെള്ളം ഇങ്ങനെ വിടാണ്, വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. നിറച്ച് വെക്കുന്ന സമയത്ത് ഒരു കുറച്ച് ബബിൾസ് ഇതേ ഇവിടെ അങ്ങ് ഫോം ആയിരിക്കാണെന്ന് വിചാരിച്ചോ, ഈ ഒരു പോർഷനിൽ ബബിൾ ഇരിക്കാൻ വിചാരിച്ചോ. ഓക്കെ, അപ്പൊ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു എൻ്റയർ ബോട്ടിലിനെ ഞാൻ ഒന്ന് ചരിക്കുകയാണ്. ചരിക്കുക ഇൻ ദ സെൻസ് ഇതിനെ ഞാൻ ഈ ഒരു പോർഷൻ മുകളിൽ വരണം, ഈ ഒരു പോർഷൻ താഴോട്ട് പോകണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ സ്ട്രക്ചർ എങ്ങനെ വരും? ഈ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ വരത്തില്ലേ? ഈ ബോട്ടിലിനെ ഞാനൊന്ന് ചരിച്ചു അല്ലെ, ഇങ്ങനെ ഇരുന്നതിനെ ഞാൻ ഇങ്ങനെ ആക്കി. അപ്പൊ ഈ ബബിൾ എന്ത് പറ്റും, ഈ ബബിള് ഇവിടെ മുകളിലിരുന്ന ബബിള് ഈ രണ്ടാമത്തെ പൊസിഷനിൽ എവിടെ വരും? ഇവിടെ വരത്തില്ലേ? ഈ ഒരു സ്ഥലത്ത് വരത്തില്ലേ? മനസ്സിലായോ? ഈ ഒരു പൊസിഷനിൽ, അതായത് ഈ ബബിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഈ സ്ഥലത്തോട്ട് വരും അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഈ ബോട്ടിലിനകത്തുള്ള ഈ ഒരു കണ്ടന്റ് ഓഫ് വെള്ളം അതിന് നിങ്ങൾ ബൗണ്ട് ഇലക്ട്രോൺസ് ആയിട്ട് വിചാരിക്കുക. ആൻഡ് ഈ കുഞ്ഞു പോർഷൻ ഇല്ലേ, അകത്തുള്ള ഈ കുഞ്ഞു ബബിൾ ഇല്ലേ, ആ ബബിളിനെ നിങ്ങൾ ഈ ഹോൾ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ട് അസ്യൂം ചെയ്യുക. മനസ്സിലായ? ഒരു വേക്കൻസിനെ നിങ്ങൾ ഒരു ഹോൾ ആയിട്ട് വിചാരിക്കുക. അപ്പോ എന്ത് പറ്റുന്നുണ്ട്, ഈ ഇലക്ട്രോൺ ഇപ്പൊ ഈ വെള്ളത്തിന്റെ മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ വെള്ളം മാറുന്നതിന്റെ അനുസരിച്ച് ഈ ബബിളും അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ലേ അല്ലെ? ഈ ബോട്ടിലെ പൊസിഷൻ ഇങ്ങോട്ടാക്കുമ്പോൾ ബബിൾ മേലോട്ട് വരും, ബോട്ടിലെ പൊസിഷൻ ഇങ്ങോട്ടാക്കുമ്പോൾ ബബിൾ എഗെയിൻ മേലോട്ട് വരും. സോ നമ്മൾ എത്രമാത്രം വെള്ളം മൂവ് ചെയ്യുന്നുണ്ടോ അതിന്റെ കറസ്പോണ്ടിങ് ഈ ബബിൾ മൂവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെയാണ് നമ്മൾ ഇവിടെയും പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം ആ ബബിളിനെ ഡിഫൈൻ ചെയ്താൽ പോരെ. കാരണം ഈ വാട്ടർ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ബബിൾ മാറുന്നത്. ഇറ്റ് ഇസ് എൻ അനലോഗസ് സിറ്റുവേഷൻ എന്ന് പറയും. മനസ്സിലായോ? ഇതാണ് ഈ ബബിൾ വാട്ടർ തിയറി എന്ന് പറയുന്നത്.
ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞത്, നമ്മൾ ഈ എൻറ്റയർ വാലൻസ് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എങ്ങനെയാന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് പകരം അതിന്റെ അനലോഗസ് ആയിട്ടുള്ള ഹോൾ എങ്ങനെയാന്ന് പറയാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ഹോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി an imaginary quantity which is analogous to എന്താണ്, ദ ബൗണ്ട് ഇലക്ട്രോൺസ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേം ആണ് ഹോൾ. ഒരു ഇമാജിനറി ക്വാണ്ടിറ്റി ഹോൾ എന്ന് പറയും. ഒരു ഇലക്ട്രോണിന്റെ പൊസിഷനിൽ നിന്ന് മാറുമ്പോൾ അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ വേക്കൻസിയാണ് ഈ പറയുന്ന ഹോൾസ്. ഫൈൻ. ഇത്രയും ബേസിക്സ് ആയിട്ട് നിങ്ങൾക്ക് ആക്ച്വലി പഠിക്കണമെങ്കിൽ സ്ട്രീറ്റ്മാന്റെ ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വേറെ എവിടെ പഠിക്കാതിരുന്നാലും അവർ ജസ്റ്റ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ രണ്ട് പേരുണ്ട്, ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ എവിടെ ആയാലും വായിക്കാൻ പോകുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഫൈൻ. അപ്പൊ ഇതിരിക്കട്ടെ. സോ വി വർ ടോക്കിംഗ് അബൌട്ട് മൊബിലിറ്റി, റൈറ്റ്? സോ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് വാസ് ഗ്രേറ്റർ ദാൻ ഹോൾസ്. ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയാൽ, ഇൻ ദ കേസ് ഓഫ് ഇൻട്രിൻസിക്, നമ്മളിപ്പോ പഠിക്കുന്ന ഇൻട്രിൻസിക് ആയതുകൊണ്ട് ഇൻട്രിൻസിക് സിലിക്കന്റെ കേസില് അറ്റ് 300 കെൽവിൻ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസിന്റെ വാല്യൂവും മൊബിലിറ്റി ഓഫ് ഹോൾസിന്റെ വാല്യൂ ആണ് ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും. ഇപ്പൊ കമ്പാരിറ്റീവ്ലി ഏതിന്റെ മൊബിലിറ്റിയാ കൂടുതൽ? ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി ഈസ് ഗ്രേറ്റർ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഹോൾസ്. ഫൈൻ. Now മൂവിങ് ഓൺ. അപ്പൊ ഇതാണ് പൊളാരിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ്. നമുക്ക് ചാർജ് കാരിയേഴ്സ് ഉണ്ട്, അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ആണ്. അതിന്റെ പൊളാരിറ്റി മൈനസ് ആൻഡ് പ്ലസ് റെസ്പെക്റ്റീവ്ലി ആണ്. ഫൈൻ. ആൻഡ് ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സി ദിസ് വൺ, ട്രാൻസ്പോർട്ട് മെക്കാനിസം. അപ്പോൾ ട്രാൻസ്പോർട്ട് മെക്കാനിസം പഠിക്കുന്നതിന് മുന്നേ അഗെയിൻ ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് കോൾഡ് ആസ് ബോൺ മോഡൽ കോൺസെപ്റ്റ്. ഓക്കെ, സി സെമി കണ്ടക്ടർ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കോൺസെപ്റ്റ്, നമ്മൾ സെമി കണ്ടക്ടർ പറയുമ്പോൾ തന്നെ ദേ വിൽ ട്രൈ ടു ഡ്രോ ദ എനർജി ബാൻഡ് ഡയഗ്രാം. എനർജി ബാൻഡ് ഡയഗ്രാം വരച്ചിട്ട് വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ആ ഒരു ജനറേഷൻ റീകോമ്പിനേഷൻ കോൺസെപ്റ്റ് പറയുന്നത്. നമ്മൾ ആ ഒരു കോൺസെപ്റ്റ്, ആ എനർജി ബാൻഡ് വരച്ചിട്ട് പഠിക്കുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ ബാൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. BAND, ബാൻഡ് കോൺസെപ്റ്റ് ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. പക്ഷെ അതിനു മുന്നേ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബോണ്ട് ഡയഗ്രാം അല്ലെങ്കിൽ ബോണ്ട് മോഡൽ എന്ന് പറയും. ബോണ്ടും ഉണ്ട് ബാൻഡും ഉണ്ട്, രണ്ട് ടൈപ്പ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഇൻവെന്റ് ചെയ്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബോണ്ട് ആണ്. ഓക്കെ, ബോണ്ട് കോൺസെപ്റ്റ് എന്താ നമുക്ക് മനസ്സിലാക്കി തരാമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറയാം. നമുക്ക് ആക്ച്വലി ഒരു 3-4 പോയിന്റ്സ് ഉണ്ട്, ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്തോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ബോണ്ട് മോഡൽ കോൺസെപ്റ്റ് ആക്ച്വലി ടോട്ട് us that the presence of electrons and holes in the case of semiconductor. അതെങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു തന്നത് നമുക്ക് ബോണ്ട് മോഡലാണ്. അതേപോലെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ദി സെമി കണ്ടക്ടർ നെഗറ്റീവ് ആണ്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ പോലും അതിൽ വരുന്ന ഒരു മെയിൻ സെക്ഷൻ ആണ് ഈ പറയുന്ന സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിലൊക്കെ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റൻസ് ആണ്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് യുവർ ഗേറ്റ് ഓർ എനി അതർ കോമ്പറ്റേറ്റീവ് എക്സാം യു റൈറ്റിംഗ്, സ്റ്റേറ്റ് ലെവൽ എക്സാം ആയാലും അതിനൊക്കെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് എന്താണ് ഈ പറയുന്ന ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. സെമി കണ്ടക്ടറിന്റെ കേസിൽ ആ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണ്. അത് എന്തുകൊണ്ടെന്നുള്ള റീസൺ ഞാൻ പഠിപ്പിച്ചു തരാം. Okay, don't worry about it. Okay, just understand that temperature coefficient negative ആണ്. Okay, and third point എന്ന് പറയുന്നത്, നമ്മുടെ കേസിൽ സെമി കണ്ടക്ടർ കേസിൽ നമ്മൾ പറയാണ് ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ജനറേറ്റഡ് ആവും. പക്ഷെ എന്നാൽ പോലും ആ ജനറേറ്റഡ് ആവുന്ന ഈ എക്സ്ട്രാ ചാർജ് പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ അളവ്, ആ ഉണ്ടാവുന്ന ചാർജ് പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ വിൽ ബി വെരി മച്ച് ലെസർ കമ്പയർഡ് ടു ദി എൻറ്റയർ കോൺസെൻട്രേഷൻ ഓഫ് സിലിക്കൺ. ആ സിലിക്കൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, ഒരു വേഫർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറെ ആറ്റംസ് വെച്ചിട്ടായിരിക്കും അത് ഉണ്ടാക്കുന്നത്. കുറെ സിലിക്കൺ ആറ്റംസ് വെച്ചായിരിക്കും ആ സിലിക്കൺ വേഫർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് വെച്ചിട്ടാണ് ഈ ബാക്കി ICs ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ആ ഒരു വേഫർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോണിന്റെ ഹോളിന്റെ കോൺസെൻട്രേഷൻ വിൽ ബി വെരി ലെസർ കമ്പയർഡ് ടു എന്താണ് ഈ എൻറ്റയർ സിലിക്കന്റെ കോൺസെൻട്രേഷൻ. Okay, that is a very important concept. And also we say that concentration of electrons and holes will rapidly change with temperature. അതാണ് ഈ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇസ് വെരി മച്ച് ലെസർ കമ്പയർഡ് ടു എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് സിലിക്കൺ. മനസ്സിലായോ? സോ ഇതാണ് നമ്മുടെ ബോണ്ട് മോഡൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന 3 ലെസൺസ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? ബാൻഡ് മോഡൽ പഠിക്കാൻ പോകുന്നത്. ഈ ബോണ്ട് മോഡൽ നമുക്ക് ഇങ്ങനെയും പറയാം, ദിസ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് എ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയാം.
ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. നമ്മുടെ ബോൺ മോഡൽ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഓക്കെ, ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ, ബോൺ മോഡൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാവേ. അതിന്റെ ഞാൻ ഒരുപാട് ഡെപ്തിലോട്ടൊന്നും പോകുന്നില്ല, ഫിസിക്സിലോട്ട് പോകുന്നില്ല. വി ക്യാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് ദിസ് എക്സാമ്പിൾ ഓഫ് ലാറ്റിസ് സ്ട്രക്ചർ. ഈ കാണുന്ന ലാറ്റിസ് സ്ട്രക്ചർ. അപ്പൊ ഇവിടുത്തെ കേസിൽ അവർ കാണിച്ചിരിക്കുന്ന ഒരു യൂണിറ്റ് ക്യൂബ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സിലിക്കൺ വേഫറിന്റെ ഒരു ചെറിയ ഒരു ക്യൂബിക്കൽ പോർഷൻ ഞാൻ എടുക്കുകയാണ്. അതാണ് ഈ യൂണിറ്റ് ക്യൂബ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് ക്യൂബിന്റെ കേസിൽ ഈ യെല്ലോ കളറിൽ കാണിച്ചേക്കുന്നില്ലേ, ഇപ്പൊ ക്യൂബിന്റെ കേസിൽ ഇപ്പൊ 6 ഫേസസ് ഉണ്ടല്ലേ. ഈ 6 ഫേസിന്റെയും നമുക്ക് 8 കോർണേഴ്സ് വരും. ആ 8 കോർണറിലും ഈ യെല്ലോയിൽ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ ആറ്റംസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ആറ്റംസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു ഫേസ്, ഈ ഒരു ഫേസ് ഞാൻ എടുക്കുകയാണ്, മനസ്സിലായോ? ഈ ഒരു ഫേസ് എടുക്കുകയാണെങ്കിൽ ഈ ഫേസിന്റെ സെന്ററിൽ ഇവിടെയും ഒരു ആറ്റം ഉണ്ടാവും. ഇതേപോലെ നമ്മൾ ഓരോ ഫേസ് എടുക്കുമ്പോഴും അതിന്റെ ഓരോന്നിന്റെ നടുക്ക് എന്തുണ്ടാവും? ഇതുപോലെ ഓരോ ആറ്റംസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട് അല്ലെ? 6 ഫേസ് ഉണ്ടെങ്കിൽ 6 ഫേസിന്റെയും സെന്ററിലായിട്ട് ഇതേപോലെ ഓരോ ആറ്റംസ് ഉണ്ടാവും. മനസ്സിലായോ? നമുക്ക് 8 കോർണേഴ്സുകളിലും 8 ആറ്റംസ് ഉണ്ടാവും. ഓരോ ഫേസിലും ഓരോ ആറ്റംസ് ഉണ്ടാവും. അതുപോലെ ഈ ഒരു എഡ്ജ് നോക്കുകയാണെങ്കിൽ ഈ എഡ്ജിലെ ഈ ഓരോ ആറ്റമിന്റെയും അടുത്തായിട്ട്, ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു ആറ്റമിന്റെ ഇവിടെ നിന്ന് ഒരു A/4 ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഓക്കെ, എ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ക്യൂബിന്റെ ഈ സൈഡിനാണ് ഞാൻ എ എന്ന് പറയുന്നത്. സോ A/4 ഡിസ്റ്റൻസിൽ ഇവിടെ നിന്നും എടുക്കുക. അതുപോലെ ഈ കോർണറിൽ ഈ ഒരു എഡ്ജിൽ നിന്ന് ഇവിടെയും ഒരു A/4 ഡിസ്റ്റൻസ് എടുക്കുക. മനസ്സിലായി? ഇവിടെ നിന്നും A/4, ഇവിടെ നിന്ന് A/4 എടുത്തിട്ട് കോമൺ ആയിട്ട് ഈ ഒരു ഏരിയ കിട്ടത്തില്ലേ, അതിന്റെ ഈ ഒരു പൊസിഷനില് ഇവിടെയും എന്തുണ്ടാവും? അവിടെയും ഒരു ആറ്റം ഉണ്ടാവും. മനസ്സിലായോ? ഓരോ കോർണറിൽ നിന്നും A/4 ഡിസ്റ്റൻസ് എടുത്തിട്ട് വരുന്ന ഇന്റർസെക്ഷൻ പോയിന്റിലും ആറ്റം ഉണ്ടാവും. ഇതേപോലെ ഈ കാണുന്ന എല്ലാ ആറ്റത്തിന്റെയും A/4 എടുക്കുമ്പോഴും ഓരോ ആറ്റം ഉണ്ടാവും. മനസ്സിലായോ? എത്ര കോംപ്ലിക്കേറ്റഡ് മനസ്സിലായോ ആ ഒരു യൂണിറ്റ് ക്യൂബ് എന്ന് പറയുന്നത്? ഇത് ജസ്റ്റ് എന്താണ്? നമ്മുടെ സിലിക്കൺ വേഫറിന്റെ ഒരു കുഞ്ഞു യൂണിറ്റ് ക്യൂബാണ്. ഇതേപോലെ മില്യൺസ് ഓഫ് ക്യൂബ്സ് ചേർന്നിട്ടാണ് നമ്മുടെ എൻറ്റയർ സിലിക്കൺ മെറ്റീരിയൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ തന്നെ ഒരു ആറ്റമിൽ തന്നെ എത്ര ക്യൂബ്സ് ആണ്? ഈ ഒരു ഒറ്റ യൂണിറ്റ് ക്യൂബിൽ തന്നെ എത്ര ആറ്റംസ് ആണുള്ളതെന്ന് കണ്ടോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഏറ്റവും ഫണ്ടമെന്റൽ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ സെല്ലാണ് ഏറ്റവും ഫണ്ടമെന്റൽ എന്ന് പറയും പോലെ ഒരു സെമി കണ്ടക്ടർ വേഫറിന്റെ കേസിൽ അതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ യൂണിറ്റ് പറയുമ്പോൾ എന്താണ്? ഈ കാണുന്ന ഒരു യൂണിറ്റ് ക്യൂബാണ്. നമ്മൾ ഇതിന്റെ പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഫൈൻ. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഈ 2 ആറ്റംസിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് ഇറ്റ് ഇസ് എ ലാറ്റിസ് കോൺസ്റ്റന്റ് എന്ന് പറയും. ലാറ്റിസ് കോൺസ്റ്റന്റ് എന്ന് പറയും. അത് എന്താണ്? ലിറ്ററലി എന്താണ്? കൈൻഡ് ഓഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് അല്ലേ, ഹൂസ് യൂണിറ്റ് വിൽ ബി ആംസ്ട്രോങ് യൂണിറ്റ് ആണ്. ഒരു ആംസ്ട്രോങ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 10⁻⁻10 മീറ്റർ എന്നാണ് നമ്മൾ മീറ്ററിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം. മനസ്സിലായോ? 10⁻⁻10 അത്രയും സ്മോൾ ഓഫ് എ മീറ്റർ ആണ് ഒരു ആംസ്ട്രോങ് യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന യൂണിറ്റ് ക്യൂബിന്റെ ഒരു മെഷ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ, ഒരു മെട്രിക്സ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ കാണിച്ചിരിക്കുന്ന ആറ്റംസ് ഇല്ലേ, യെല്ലോ കളർ ആറ്റംസ് ഇല്ലേ, ആ ആറ്റമിനാണ് ഇവിടെ റെഡ് കളറിൽ ഞാൻ കാണിച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും 2 ആറ്റമാണ്. അതിന്റെ ഇടയ്ക്കുള്ള ഈ സ്പേസിങ്ങിനെ നമുക്ക് എന്ത് പറയാം? അതാണ് ഈ പറഞ്ഞേക്കുന്ന ലാറ്റിസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഒരു ആംസ്ട്രോങ് യൂണിറ്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ഇതും അതിന്റെ ലാറ്റിസ് കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ഈ 2 ആറ്റം എടുക്കുകയാണെങ്കിൽ ഇത് അതിന്റെ ലാറ്റിസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി ഈ ലാറ്റിസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ടേം ആണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? കോവാലന്റ് ബോണ്ട് എന്ന് നിങ്ങൾ പറയുന്നത്. കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടില്ലേ? 2 ആറ്റംസിന്റെ ഇടയ്ക്ക് എപ്പോഴും എന്തുണ്ടാവും? 2 ആറ്റംസിന്റെ ഇടയ്ക്ക് അവർ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും നമ്മൾ പഠിച്ചിട്ടില്ലേ? അതെന്താണ്? ലിറ്ററലി ഈ ലാറ്റിസ് കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? 2 ആറ്റംസ് കാരണമുള്ള ഇടയ്ക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ലാറ്റിസ് കോൺസ്റ്റന്റ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഇസ് എ കോവാലന്റ് ബോണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ആണ്. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിലൊന്നും നമ്മളിത് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതല്ല. കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സബ്ജക്ട് തീരത്തില്ല. ദാറ്റ് ഇസ് എ ട്രൂത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ ഒന്ന് പഠിച്ചു പോവാം. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ബോണ്ട് മോഡൽ നമുക്ക് എത്രയൊക്കെ പഠിപ്പിച്ചെന്നൊന്ന് മനസ്സിലായോ? ഈ 3 കോൺസെപ്റ്റ്സ് എന്താണെന്നും പഠിച്ചു. അതുപോലെ എങ്ങനെയാണ് ഒരു സിലിക്കണിന്റെ അകത്ത് നമ്മുടെ ആറ്റംസ് ഇരിക്കുന്നത്, അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അതാണ് ഈ ക്യൂബ് കാണിച്ചു തന്നത്. ആ ക്യൂബിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് കോവലന്റ് ബോണ്ട് ഉണ്ടാവുന്നത് എന്നാണ് നമ്മുടെ ആ 2D മെഷ് സ്ട്രക്ചർ കാണിച്ചു തന്നെ. ഇനി ഇതാണ് നമ്മുടെ ബോണ്ട് മോഡൽ എന്ന് പറയുന്നത്. ഇനി
സി ഈ കേസില് നമ്മളിപ്പോ ഈ വരച്ചേക്കുന്ന എന്താണെന്നറിയാവോ, ദിസ് ഇസ് ആക്ച്വലി ദി ബോണ്ട് ഡയഗ്രാം ഓഫ് എ സിലിക്കൺ വേഫർ ആണ്. നമ്മളിപ്പോ പറഞ്ഞ സിലിക്കൺ വേഫറിന്റെ ഒരു എന്താണ് ഒരു സ്നാപ്ഷോട്ട് പോലെ, ഒരു സ്ക്രീൻഷോട്ട് പോലെ നമുക്ക് എടുക്കാം. ഒറ്റ പോയിന്റിലുള്ള ഒരു ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, നമുക്ക് ഇതിൽ ഈ സെന്ററിൽ കാണിച്ചിരിക്കുന്ന പിങ്ക് ആ ഒരു സർക്കിൾ ഇല്ലേ, അതെല്ലാം ആക്ച്വലി എന്താണ്, സിലിക്കൺസ് ആണ്, സിലിക്കൺ ആറ്റംസിനെയാണ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നോക്കിയേ, ഇപ്പൊ ഈ ഒരു സിലിക്കന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതാണ് സിലിക്കൺ ആറ്റത്തിന്റെ സെന്ററിലുള്ള എന്ത് പറയുന്നത്, നമ്മുടെ ന്യൂക്ലിയസ് പറയുന്നത്. ആൻഡ് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ ഒരു സിലിക്കൺ എടുക്കുകയാണെങ്കിൽ ഈ സിലിക്കന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടാവൂ? 14 ആണേ. 14 ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ഈ അറ്റോമിക് നമ്പർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓർബിറ്റൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, SPD ഓർബിറ്റൽസ് ഡിഫൈൻ ചെയ്യുന്നത്? See, if 14 is your atomic number എങ്കിൽ we have SPDF എന്ന് പറയുന്ന 4 ഓർബിറ്റൽസ് ഉണ്ട്. അതെ, അപ്പൊ ഈ 14 ഇലക്ട്രോൺസും സ്റ്റാർട്ടിങ് ഫ്രം ദ എസ് ഓർബിറ്റൽ നിറഞ്ഞു പോകും. എസ് ഓർബിറ്റൽ ഉണ്ട്, ഏറ്റവും നടുക്ക് എസ് വരും. ഈ എസ്സിൽ നമ്മൾ ആദ്യം ഇലക്ട്രോൺസ് ആഡ് ചെയ്യും. പക്ഷെ എസ്സിന് ഒരു മിനിമം കപ്പാസിറ്റി, ഒരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട്. അതിലും കൂടുമ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അടുത്തത് പിയിലോട്ട് കയറാൻ തുടങ്ങും. ആ പി തീരുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, പിന്നെ ഡിയില് പോകും അല്ലെ, ഡിയില് പോയിട്ട് പിന്നെ നമുക്ക് എഫിലോട്ടും പോകാറുണ്ട്. ഇങ്ങനെയാണ് ആ ഓരോ ഓർബിറ്റലിലും ഇലക്ട്രോൺസ് നിറഞ്ഞു പോകാറുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് സിലിക്കൺ, നമുക്ക് 14 ആണ് നമ്മുടെ ആറ്റോമിക് നമ്പർ. അപ്പൊ ഈ സിലിക്കന്റെ കേസിൽ ഈ 14 ഇലക്ട്രോൺസും എങ്ങനെയാണ് സിലിക്കന്റെ പല പല അറ്റോമിക് ഓർബിറ്റൽസിൽ ഫില്ലാവുന്നേ എന്നാണ് ഈ ഓർബിറ്റൽ തിയറി പറഞ്ഞിരുന്നത്. അപ്പൊ അതിന് അക്കോർഡിംഗ് ടു ആയിട്ട് ഈ സിലിക്കന്റെ കേസിലുള്ള അറ്റോമിക് ഓർബിറ്റൽ എങ്ങനെ വരും എന്നറിയാവോ? അതിന് നമുക്കിത് ഇവിടെ നോക്കാം. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് സിലിക്കന്റെ കേസിലുള്ള ആറ്റോമിക് സ്ട്രക്ചർ ആണ്, ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, 1s2, 2s2, 2p6, 3s2, 3p2. അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആദ്യം 1s ഫില്ല് ചെയ്യും, പിന്നെ 2s2p ഫില്ല് ചെയ്യും, പിന്നെ 3s3p ഫില്ല് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ അപ്പൊ മൊത്തത്തില് എസ് ഓർബിറ്റലിലെ കപ്പാസിറ്റി എത്രയാണ്, 2 ഇലക്ട്രോൺ ആണ്. 2 എണ്ണം ഫില്ല് ചെയ്തു. പിന്നെ 2s എന്ന് പറയുന്ന ഓർബിറ്റലിലെ കപ്പാസിറ്റിയും 2 ഇലക്ട്രോൺ ആണ്, അതും ഫില്ല് ചെയ്തു. പിന്നെ 2p6 വന്നു അല്ലെ, പി കഴിഞ്ഞപ്പോ പിന്നെ എസ് കഴിഞ്ഞപ്പോ പി ഓർബിറ്റൽ വന്നു. പിന്റെ കപ്പാസിറ്റി എത്രയാണ്, 8 എണ്ണമാണ്, 6 എണ്ണമാണ്. അപ്പൊ ആ 6 എണ്ണം ഇവിടെയും കൊടുത്തു. അപ്പൊ ഇവിടെ 2 എണ്ണം കൊടുത്തു, ഇവിടെ 2, ഇവിടെ 6 വന്നപ്പോഴേക്കും 4+6 10 ആയി. പിന്നെ എത്ര ഇലക്ട്രോൺസും കൂടെ ഉണ്ട്, 4 എണ്ണം കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ 3s2 ഫില്ല് ചെയ്തു. അവിടെയും എസിന്റെ കപ്പാസിറ്റി 2 എണ്ണമാണ്, അതിൽ കൂടുതൽ പറ്റത്തില്ല. അപ്പൊ എഗെയിൻ നമ്മൾ 3p പോയി. 3pന്റെ കപ്പാസിറ്റി 6 എണ്ണം ഉണ്ട്, പക്ഷെ നമ്മൾ 2 എണ്ണല്ലേ നമുക്ക് ബാക്കി ഇലക്ട്രോൺ ഉള്ളൂ, ആ 2 എണ്ണം കൊടുത്തു. അപ്പൊ ഇതിന്റെ കേസിൽ ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ 3s3p അല്ലേ, 3s3p എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അതിൽ എത്ര ഇലക്ട്രോൺസ് നമ്മളിപ്പോ കൊടുത്ത് ഫില്ല് ചെയ്തേ, 2+2 4 അല്ലേ. ആ 4 ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ 1s ഉണ്ട്, 2s, 2p, 3s, 3p. ഈ 1sന്റെ കേസിൽ നമ്മൾ ഇവിടെ എത്രയാ കൊടുത്തേ, നമ്മൾ 2 ഇലക്ട്രോൺ അല്ലേ കൊടുത്തിരുന്നേ. ഇവിടെ നോക്കിയാൽ മതി, 1sന്റെ കേസിൽ ഇവിടെ 2 ഇലക്ട്രോൺ കൊടുത്തു. ആ 2 ഇലക്ട്രോൺ ആണ് ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒന്ന് മുകളിലോട്ട് പോയിന്റ് ചെയ്യുന്നതുമായിട്ട്, ഒന്ന് താഴോട്ട് പോയിന്റ് ചെയ്യുന്നതായിട്ട്. അതിന്റെ മീനിങ് എന്താണ്, നമ്മൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതെന്താ പറഞ്ഞേ, no two electrons can have the same spin. 2 ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിനകത്ത് വരികയാണെങ്കിൽ അത് 2 എണ്ണത്തിനും ഓപ്പോസിറ്റ് സ്പിൻ ആണ് വരേണ്ടത്. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്പിൻ ചെയ്യേണ്ടത്. ഒന്ന് +½ ആണെങ്കിൽ മറ്റത് -½ ആയിരിക്കും. അതാണ് ഈ ബോക്സിന്റെ അകത്ത് ഈ 2 ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കാൻ റീസൺ. മനസ്സിലായോ? അപ്പൊ അതുപോലെ അടുത്ത് നോക്കിയ 2sന്റെ അകത്തും 2 ഇലക്ട്രോൺ നമ്മൾ കൊടുത്തത്, ആ 2 ഇലക്ട്രോണും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാണിച്ചേക്കുന്നത്. അതുപോലെ അടുത്തെന്ന് പറയുമ്പോൾ 2p6 ആണ്. മനസ്സിലായി? 2p6ന്റെ അകത്തും ഓരോ ബോക്സിന്റെ അകത്തും ഈ 2 ഇലക്ട്രോൺസ് ആണ്, പക്ഷെ ഓപ്പോസിറ്റ് സ്പിൻ ആണ്. അതുപോലെ 3s, 3p. 3pയിൽ നോക്കിയേ 3 ബോക്സ് ഉണ്ട്, ആ ഓരോ ബോക്സിലും 2 ഇലക്ട്രോൺ വെച്ച് കയറും. അങ്ങനെ 6 ഇലക്ട്രോൺ വരെ കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 2 ബോക്സ് ഫില്ല് ചെയ്ത് നിർത്തി. അപ്പൊ ഒരിക്കലും ഒരു ബോക്സിന്റെ അകത്ത് ഇങ്ങനെ വരത്തില്ല, 2 ഇലക്ട്രോണും മുകളിലോ അല്ലെങ്കിൽ 2 ഇലക്ട്രോണും ഒരേപോലത്തെ സ്പിന്ന് വരത്തില്ല. ഇത് രണ്ടും തെറ്റാണ്, ഇങ്ങനെ വരാൻ പാടില്ല. എപ്പോഴും എങ്ങനെ വരാൻ പാടുള്ളൂ, ഒന്ന് മുകളിലാണെങ്കിൽ ഒന്ന് താഴെ വരാൻ പാടുള്ളൂ. മനസ്സിലായോ ആ കോൺസെപ്റ്റ്? സോ ദിസ് ഇസ് എ കോൺസെപ്റ്റ് ഓഫ് എന്താണ്,
ഇലക്ട്രോണിക് സ്പിൻ കോൺസെപ്റ്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇലക്ട്രോൺസിന്റെ സ്പിൻ കോൺസെപ്റ്റ് ആണ്. എക്സ്പ്ലെയിൻ ബൈ ആരാണ്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇനി നമ്മൾ എന്താ പഠിക്കുന്നത്? നമ്മളിപ്പോ എന്താണ് ഈ ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം ആണ് പഠിച്ചത്. ഇനി ഈ ഓർബിറ്റൽ ബോക്സ് ഡയഗ്രത്തിൽ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ നമുക്ക് ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം ആയിട്ടും പറയാം, ഈ പറയുന്ന അറ്റോമിക് സ്ട്രക്ചർ ആയിട്ടും പറയാൻ പറ്റും. സി ഇവിടെ നോക്കിയേ, നടുക്ക് നമ്മുടെ സിലിക്കണിന്റെ ന്യൂക്ലിയസ് ഉണ്ട് ആൻഡ് ചുറ്റും എന്താണ് പല പല ഇലക്ട്രോണിക് ഓർബിറ്റൽസ് ഉണ്ട്. സി അതിലെ ഈ ഔട്ടർ മോസ്റ്റ് ഈ ഓർബിറ്റലാണ് എന്ത് പറയുന്നത്? നമ്മുടെ ബാലൻസ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? സി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ നോക്കുകയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? ഇവിടുത്തെ കേസിൽ നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞേ, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത് 3s-ഉം 3p-യും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ. അതിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 4 ഇലക്ട്രോൺസ്. ആ 4 ഇലക്ട്രോൺസ് ആണ് ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് ഓർബിറ്റലിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതായിരുന്നു ആ ഒരു ഓർബിറ്റൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരുന്നത്. മനസ്സിലായോ? അപ്പൊ സിലിക്കന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, ഒരു സിലിക്കൺ എടുക്കുകയാണെങ്കിൽ ആ സിലിക്കണിന്റെ കേസിൽ നമുക്ക് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നത്? 1 2 3 4. ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചേക്കാം. അപ്പൊ നമ്മൾ സിലിക്കന്റെ കേസ് പറയുകയാണെങ്കിൽ വി ഹാവ് ഔട്ടർ മോസ്റ്റിൽ എത്ര എണ്ണം ഉണ്ടാവും? 1 2 3 4, 4 എണ്ണം ഉണ്ടാവും. കറക്റ്റ് അല്ലേ? അപ്പൊ സിലിക്കന്റെ കേസില് അതിനൊരു ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒക്ടറ്റ് നമ്മൾ പറയും, ഒക്ടറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലില് 8 എണ്ണം തികയും. അതിനാണ് ഒക്ടറ്റ് എന്ന് പറയുന്നത്. ആ ഒക്ടറ്റ് അറിയാൻ വേണ്ടി എന്ത് ചെയ്യും? അത് തൊട്ടടുത്ത് വേറൊരു സിലിക്കൺ ആറ്റം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ആ സിലിക്കൺ ആറ്റമിന് 4 എണ്ണം ഉണ്ടാവുമല്ലോ, ഈ പറയുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ 2 സിലിക്കണും അതിന്റെ 2 ഇലക്ട്രോൺസിനെയും കൂടെ ക്ലബ് അപ്പ് ചെയ്യും യൂസിങ് എ കോവാലന്റ് ബോണ്ട്. ആ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ലാറ്റിസ് കോൺസ്റ്റന്റ് കാരണമാണ് ഉണ്ടായത്. ഓക്കെ, വിച്ച് ഇസ് എ വെരി സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. മനസ്സിലായോ? ആ ഒരു ബോണ്ട് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ വേറൊരു സിലിക്കൺ ഉണ്ടാവുകയാണെങ്കിൽ ആ സിലിക്കണിന്റെ ഒരു ഇലക്ട്രോണും ഇതിന്റെ ഇലക്ട്രോണും അഗൈൻ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. സോ അറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു 0 കെൽവിൻ അല്ലെങ്കിൽ ഫോർ വെരി ലോ വാല്യൂസ് ഓഫ് ടെമ്പറേച്ചർ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ്, ഇതാണ് ഇപ്പൊ ഈ എല്ലാ സിലിക്കൺ ആറ്റംസും അതിന്റെ എല്ലാ ഇലക്ട്രോണും ബാക്കി സിലിക്കൺ ആറ്റംസ് ആയിട്ട് കോവാലന്റ് ബോണ്ടിങ്ങിലായിരിക്കും പ്രീ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? എല്ലാ സിലിക്കൺ ആറ്റംസും കോവാലന്റ് ബോണ്ടിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ലിറ്ററലി സിലിക്കന്റെ കേസിൽ 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 4 കോവാലന്റ് ബോണ്ടിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ എൻറ്റയർ ഈ സിലിക്കന്റെ ആ ഒരു സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മതി. ഇനി ആ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, നമുക്ക് കുറെ സിലിക്കൺ ആറ്റംസ് ഉണ്ട്. ഈ ഓരോ സിലിക്കൺ ആറ്റം എടുക്കുമ്പോൾ നോക്കിയേ, ഈ ഒരു സിലിക്കൺ ആറ്റം ആണെങ്കിൽ അതില് 2 4 6 ഇവിടെയും കാണും 8. അങ്ങനെ 8 ഇലക്ട്രോൺസ് ഒരു ഒക്ടറ്റ് ഫോമിലായിരിക്കുന്നത്, ഒരു സ്റ്റേബിൾ സ്ട്രക്ചർ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ ഏത് സിലിക്കൺ എടുത്താലും നോക്കിയേ, ഏത് സിലിക്കൺ എടുത്താലും അത് ഒരു 8 ഇലക്ട്രോൺ ഒക്ടറ്റ് ഫോമിലാണ് ഇരിക്കുന്നത്. ബിക്കോസ് ഓഫ് കോവാലന്റ് ബോണ്ടിങ് ബിറ്റ്വീൻ അതർ നെയ്ബറിംഗ് സിലിക്കൺ ആറ്റംസ്. ഇതെന്ത് കേസിലാണ്? ടെമ്പറേച്ചർ ഈക്വൽ ടു 0 കെൽവിൻ കേസിലാണ് സംഭവിക്കുന്നത്. ഇനി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ആസ് വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ എന്ത് പറ്റും എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ ഇലക്ട്രോൺ ആണ് ആൻഡ് ദിസ് ഇസ് അനദർ ഇലക്ട്രോൺ ആണ്. ഇവർക്കിടയിൽ ഒരു കോവാലന്റ് ബോണ്ടിങ്ങിലായിരുന്നത്. വെൻ വി ഗിവ് സം കൈൻഡ് ഓഫ് ഒരു എനർജി, മനസ്സിലായ, ഒരു എക്സ്റ്റേണൽ എനർജി കൊടുക്കണം. ആ എനർജി ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ ടെമ്പറേച്ചർ കൊടുക്കാം. ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഒരു എനർജി കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് കൊടുക്കാം. മനസ്സിലായി? ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫോട്ടോൺസ് ആണ്.
ഓരോ ഫോട്ടോണിൽ എത്രയുണ്ട്? ഓരോ എനർജി ഉണ്ട്. E ഈക്വൽ ടു h mu ടൈംസ് ഓഫ് എനർജി ഉണ്ട്. അപ്പൊ അതും ഒരു യൂണിറ്റ് ഓഫ് ചാർജ് അല്ലേ, ഒരു യൂണിറ്റ് ഓഫ് എനർജി അല്ലേ? അങ്ങനെയും കൊടുക്കാം. സോ ഈതർ ബൈ തെർമൽ അജിറ്റേഷൻ അല്ലെങ്കിൽ യൂസിങ് ഫോട്ടോ ജനറേഷൻ. ഫോട്ടോ ജനറേഷൻ എന്താണ്? നമ്മൾ ഫോട്ടോൺസ് കൊടുത്തിട്ട് ജനറേറ്റ് ചെയ്യാണ്. ആ രണ്ട് മെക്കാനിസംസ് വെച്ചിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ രണ്ട് ഇലക്ട്രോൺസിന്റെ ഇടയ്ക്കുള്ള ഈ ബോണ്ടിനെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഈ രണ്ട് ഇലക്ട്രോൺസിന് ഇടയ്ക്കുള്ള ബോണ്ടിനെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതായത് വി ആർ ലിറ്ററലി എന്താണ് ഡിസ്ട്രോയിങ് ദ കോവാലന്റ് ബോണ്ട് ബിറ്റ്വീൻ ടു ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടുത്തെ കേസിൽ വി ഹാഡ് എ സിലിക്കൺ ഹിയർ, ഒരു സിലിക്കൺ ഇവിടെ ഉണ്ടായിരുന്നു, ആൻഡ് വി ഹാവ് അനദർ സിലിക്കൺ ഹിയർ. ഇവർക്കിടയിൽ ഈ രണ്ട് ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ടിങ്ങിലാണ് എക്സസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ടെമ്പറേച്ചർ പതിയെ 0 കെൽവിനിന്ന് കൂട്ടി കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ഈ ബോണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഈ ബോണ്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ? ഈ ബോണ്ടിന്റെ അകത്ത് ഈ ബോണ്ട് ഉണ്ടായത് രണ്ട് ഇലക്ട്രോൺസ് കാരണമല്ലേ? ഈ രണ്ട് ഇലക്ട്രോണും എന്ത് ചെയ്യും? ഈ ബോണ്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് ഇതും പുറത്തോട്ട് പോവും, ഇതും പുറത്തോട്ട് പോവും. അങ്ങനെ ആ ബോണ്ടി റിലീസ് ചെയ്തിട്ട് അത് പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? ദേ ആർ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയും. മനസ്സിലായോ? വി കോൾ ദം ഫ്രീ ഇലക്ട്രോൺസ്. ആൻഡ് അപ്പൊ ഈ ഇലക്ട്രോണിന് മൊബിലിറ്റി ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഇലക്ട്രോണിന് മൊബിലിറ്റി ഉള്ളത് കാരണം ഫ്രീ ആവുന്ന സമയത്ത് അവർ ഈ ബോണ്ടിന്റെ അകത്തിരുന്നപ്പോഴാണ് അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ടിരുന്നത്. അപ്പൊ ഈ കോവലന്റ് ബോണ്ടിന്റെ അകത്താവുന്ന സമയത്ത് ദേ വിൽ ബി റെസ്ട്രിക്റ്റഡ് ഇൻ മോഷൻ. പക്ഷെ ആ കോവലന്റ് ബോണ്ട് ബ്രേക്ക് ആവുമ്പോൾ ദേ ആർ ഫ്രീ ടു ഗോ എനിവെയർ. മനസ്സിലായോ? സോ വെൻ ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ഗോ അവേ ഫ്രം ഇറ്റ്സ് പൊസിഷൻ, ആ ഫ്രീ ഇലക്ട്രോൺ ഇരുന്ന പൊസിഷനിൽ ഒരു വേക്കൻസി ക്രിയേറ്റ് ആവത്തില്ലേ അല്ലെ? ഒരു ഇലക്ട്രോൺ ഇരുന്ന സ്ഥാനത്ത് നിന്ന് ഒരു വേക്കൻസി ക്രിയേറ്റ് ആവും. സോ വെൻ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്ന ഒരു സ്ഥാനം, ഒരു പൊസിഷൻ, അവിടെ നിന്ന് നെഗറ്റീവ് ചാർജ് പുറത്തോട്ട് പോകുമ്പോൾ ഈ പൊസിഷനിൽ എന്ത് ചാർജ് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്? ഒരു പോസിറ്റീവ് അല്ലേ? സിമിലർലി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. ആ പൊസിഷനിലോട്ട് ഞാൻ ഒരു ഇലക്ട്രോണെ കൊണ്ട് ഇരുത്തിയാൽ ആ പൊസിഷൻ എന്ത് ചാർജ് അറ്റൈൻ ചെയ്യും? നെഗറ്റീവ് അല്ലേ? കാരണം ഇലക്ട്രോൺ വന്നിരുന്നു. ഇലക്ട്രോൺ വരുമ്പോൾ അത് നെഗറ്റീവ് അറ്റൈൻ ചെയ്യും, ഇലക്ട്രോൺ പോവുകയാണെങ്കിൽ അത് നെഗറ്റീവ് അറ്റൈൻ ചെയ്യും. That is an again important concept ആണ്. When something loses an electron, it gains a positive charge, and when something accepts an electron, it gains a negative charge. Similarly, ഈ ഇലക്ട്രോൺ ഈ പൊസിഷനിൽ നിന്ന് പോയ സമയത്ത് അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു വേക്കൻസി ഉണ്ടാകുന്നുണ്ട്. ആ വേക്കൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ഹോൾ. മനസ്സിലായോ? ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ഹോൾ എന്ന് പറയുന്നത്. ഫൈൻ. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ഒരു ടെമ്പറേച്ചർ എന്തോ കൊടുത്തു, ഒരു ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഫോട്ടോൺസോ എന്തോ ഒരു കൈൻഡ് ഓഫ് എനർജി കൊടുത്തിട്ട് ഈ കോവലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടായി പാരലലി. എപ്പോഴും മനസ്സിലാക്കുക, ഇലക്ട്രോൺ ഉണ്ടായാൽ ആ സെയിം ടൈമിൽ ഒരു ഹോളും ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു ഇലക്ട്രോൺ ഹോൾ പെയറിനെ നമ്മൾ എന്ത് ചെയ്തു? ജനറേറ്റ് ചെയ്തു എന്നും പറയാം. Okay, this is the very first process in the case of a semiconductor for conduction. Conduction കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ തന്നെ ഈ സിലിക്കന്റെ കേസിൽ കുറെ ഇടത്ത് എന്തുണ്ടാവും? കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടെ ബ്രേക്ക് ചെയ്യും, ഇവിടെ ബ്രേക്ക് ചെയ്യും. ഓരോയിടത്തും ബ്രേക്ക് ആവുന്ന സമയത്ത് ഓരോ ഇടത്തുനിന്നും ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ആവത്തില്ലേ? ഈ ഫ്രീ ഇലക്ട്രോൺസിന് മൊബിലിറ്റി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? അത് മൂവ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇത് മൊത്തം ഒരു ബോക്സിന്റെ അകത്തുള്ള സംഭവമാണ് നിങ്ങൾ വിചാരിക്കുക. അതൊരു എന്താണ്? ഒരു ക്രിസ്റ്റലാണ്. മനസ്സിലായോ? ആ ക്രിസ്റ്റലിന്റെ അകത്ത് ഇലക്ട്രോൺസിന് എങ്ങോട്ട് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ആ മൂവ്മെന്റ് നമ്മൾ എന്ത് പറയും? ഇലക്ട്രോൺസ് മൂവ് ചെയ്താൽ കറണ്ട് ഉണ്ടാവും. കറണ്ട് ഉണ്ടായാൽ എന്ത് പറ്റും? കണ്ടക്ഷൻ ഹാപ്പൻസ്. അതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഈ ഇലക്ട്രോണിന് ഈ ക്രിസ്റ്റൽ വിട്ട് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല, നടക്കത്തില്ല. നമ്മുടെ ക്രിസ്റ്റൽ വേഫർ ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് എവിടെ വേണമെങ്കിലും അതിന് മൂവ് ചെയ്യാം, അതിന്റെ പുറത്തോട്ട് അതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഒരു വാക്യൂം ലെവൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രിസ്റ്റലിന്റെ പുറത്തുള്ള ഒരു എനർജി ലെവൽ നമ്മൾ പറയുന്നത്. അതുവരെ ഒന്നും എത്തത്തില്ല. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ. ഇനി എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇപ്പൊ ഈ ഇലക്ട്രോൺസിന് നമ്മളിപ്പോ ഒരു ടെമ്പറേച്ചർ കൊടുത്തു അല്ലേ? ടെമ്പറേച്ചർ കൊടുത്തപ്പോ ആ ടെമ്പറേച്ചർ അതിലുള്ള ഹീറ്റിൽ നിന്നാണ് നമ്മുടെ ഈ കോവലന്റ് ബോണ്ട് ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ട് ആ പൊട്ടൻഷ്യൽ എനർജീനെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? പുറത്തോട്ട് മൂവ് ചെയ്യുന്നത്, ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ കുറെ നേരം കഴിയുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ഈ ഇലക്ട്രോൺ അത് അബ്സോർബ് ചെയ്ത എനർജി റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റണം? ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? തിരിച്ച് ഏതെങ്കിലും ഒരു ഹോളിൽ തിരിച്ചു വന്ന് ഇരിക്കണം. ഒരു വേക്കൻസി ഉണ്ടായിരുന്നു, ആ വേക്കൻസിന്ന് എക്സൈറ്റ് ആയി പോയ ഇലക്ട്രോണ് കുറെ നേരം കഴിയുമ്പം ഏതെങ്കിലും ഒരു വേക്കൻസിയിൽ വന്ന് തിരിച്ചെന്ത് ചെയ്യും? തിരിച്ചു വരണം. അതാണ് കോൺസെപ്റ്റ്. അത് വന്നിരിക്കും.
അപ്പൊ ഓരോ ഇലക്ട്രോണിന് ഓരോ ലൈഫ് ടൈം ഉണ്ട്. ആ ലൈഫ് ടൈം കഴിയുമ്പോൾ തിരിച്ച് അതിന് ഇനീഷ്യൽ പൊസിഷനിലോട്ട് വരും. മനസ്സിലായോ? അപ്പൊ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റീകോമ്പിനേഷൻ. അപ്പൊ ഇലക്ട്രോൺ പെയർ എനർജി കൊടുക്കുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ജനറേറ്റ് ആവുന്നുണ്ട്. സിമിലർലി ആഫ്റ്റർ സം ടൈം when it loses energy it will come back to its initial position. നമ്മൾ അതിനെ എന്താ പറയുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് റീകോമ്പിനേഷൻ. ഇതാണ് നമ്മുടെ സെമി കണ്ടക്ടറിന്റെ രണ്ട് പ്രോസസ് ഫോർ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഒരു ജനറേഷൻ സംഭവിച്ചു, റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്? ഇലക്ട്രോൺ ഹോൾ പോയി ജനറേറ്റ് ആവുകയല്ലേ, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം we will get conduction. That is what is happening. ഓക്കെ, നമ്മളിത് പറയുന്നതെല്ലാം ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കോൺസെപ്റ്റിലാണ്. കാരണം എന്താണ്? ഈ ഒരു സെമി കണ്ടക്ടർ വേഫർ നമ്മൾ വരച്ചില്ലേ, ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും സിലിക്കൺ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടോ? ഇല്ല. മനസ്സിലായി എന്ന് വെച്ചാൽ ദിസ് ഇസ് എ വെരി പ്യുവർ കൈൻഡ് ഓഫ് സെമി കണ്ടക്ടർ. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു സെമി കണ്ടക്ടറിന് പകരം ഞാനിപ്പോ വേറെ എന്തെങ്കിലും ഒരു ഫോസ്ഫറസോ ഒരു ബോറോൺ എലമെന്റോ എല്ലാം കൊണ്ടുവച്ചാൽ അതെന്താണ്? ദാറ്റ് ആക്സസ് ഇൻ ഇമ്പ്യൂരിറ്റി, ഡോപ്പിംഗ് പ്രോസസ് ആണ്. അത് കാരണം എന്ത് പറ്റുന്നുണ്ട്? ഇറ്റ് വിൽ ബിക്കം എ എക്സ്ട്രിൻസിക് ഓർ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അതിൽ എൻ ടൈപ്പോ പി ടൈപ്പോ ആയിട്ട് മാറുന്നുണ്ട്. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ സിലിക്കന്റെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പൊ അതാണ് നമ്മുടെ ബോൺ മോഡൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണ്. എന്ന് വെച്ചാൽ സെമി കണ്ടക്ടറിന്റെ അകത്ത് നമുക്ക് എന്തായാലും ഇപ്പൊ എന്ത് മനസ്സിലായി? അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസും ഉണ്ട്, ഹോൾസും ഉണ്ട്, രണ്ടും മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? സോ ആസ് ഈ ചാർജ് പാർട്ടിക്കിൾസ് ആർ മൂവിങ്, നമുക്ക് പല ടൈപ്പിലുള്ള മൂവ്മെന്റ് അതിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡ്രിഫ്റ്റ്. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രിഫ്റ്റ് മൂവ്മെന്റ്. അതേപോലെ രണ്ടാമത്തെ ടൈപ്പാണ് ഡിഫ്യൂഷൻ. മൂന്നാമത്തെ ടൈപ്പ് അധികം കേട്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ആയിരിക്കും തെർമോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ നിങ്ങൾ ജസ്റ്റ് പേര് നോക്കി വെച്ചാൽ മതി. ഈ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഇസ് ബിക്കോസ് ഓഫ് എന്താണ്? പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കാരണമാണ്. വാട്ട് ഇസ് എ ഗ്രേഡിയന്റ്? ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഒരുപാട് സാധനം ഒരു സ്ഥലത്തിരിക്കുകയാണ്, ആൻഡ് ദാറ്റ് ഇസ് സെപ്പറേറ്റഡ് ബൈ അനദർ സ്ഥലം വിച്ച് ഹാസ് വെരി ലെസ് ക്വാണ്ടിറ്റി ഓഫ് സം മെറ്റീരിയൽ. ഇപ്പൊ ഇങ്ങനെ വിചാരിക്കാം, ഇപ്പൊ ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിന്റെ അകത്ത് ഈ സ്ഥലത്ത് കുറെ ബോൾസ് വെച്ച് നിറച്ച് വെച്ചേക്കാണ്, കുറെ ബോൾസ് കൊണ്ട് ഞെരുക്കി വെച്ചേക്കാണ്. ആൻഡ് ഇപ്പുറത്തെ സെക്ഷനിലോ ഞാൻ ആകെ 1-2 ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് വെരി ഹൈ കോൺസെൻട്രേഷൻ ആൻഡ് ഒരു സ്ഥലത്ത് വെരി ലോ കോൺസെൻട്രേഷൻ ആകുമ്പോൾ ടെൻഡൻസി എങ്ങനെയായിരിക്കും? ഹൈ എന്ന ലോ സ്ഥലത്തോട്ട് വരാനായിരിക്കും ആ ഒരു ടെൻഡൻസി. ആൻഡ് ഈ സെപ്പറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഗ്രേഡിയന്റ്. മനസ്സിലായോ? അപ്പൊ ഈ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് എന്ത് പാരാമീറ്റർ ഉണ്ടെങ്കിലും ആവാം. ഇപ്പൊ നമ്മൾ ഇവിടത്തെ കേസിൽ എക്സാമ്പിൾ ഞാൻ ബോളല്ലേ പറഞ്ഞ, രണ്ട് സൈഡിലും കുറെ ബോൾ കൊണ്ട് ഞെരുക്കി വെക്കുകയാണ്. ഒരു സൈഡിൽ കുറെ എണ്ണം ഉണ്ട്, ഒരു സ്ഥലത്ത് കുറച്ചേ ഉള്ളൂ. അതേപോലെ ഡ്രിഫ്റ്റിന്റെ കേസിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കാരണമാണ്. എന്ന് വെച്ചാൽ ഈ ഗ്രേഡിയന്റ് ഉണ്ടാകുന്ന ഡ്യൂ ടു എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ്. ഒരു സ്ഥലത്ത് ഹൈ പൊട്ടൻഷ്യൽ, ഒരു സ്ഥലത്ത് ലോ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലോട്ട് വരാനായിരിക്കും ടെൻഡൻസി. അതുപോലെ അടുത്ത പാരാമീറ്റർ എന്താണ്? അടുത്ത ട്രാൻസ്പോർട്ട് മെക്കാനിസം ഡിഫ്യൂഷൻ വിച്ച് ഇസ് ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെ? കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തു നിന്നും കുറവുള്ളിടത്തോട്ട് പോകണം. അതുപോലെ തെർമോഇലക്ട്രിക് കറന്റ് എന്താണ്? ഡ്യൂ ടു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. എഗെയിൻ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലോട്ട് വരാനാണ് ടെൻഡൻസി. അപ്പൊ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിയന്റ് കാരണമാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് സെമി കണ്ടക്ടറിന്റെ അകത്ത് ഉണ്ടാവുന്നത്. അതിലും നമ്മൾ സെമി കണ്ടക്ടറിന്റെ കേസിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഇസ് വിത്ത് ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ ആണ്. സി, നമ്മൾ ഈ മെറ്റൽ ഇല്ലേ, മെറ്റൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിന്റെ കേസിൽ മെയിൻലി ഉണ്ടാവുന്ന ട്രാൻസ്പോർട്ട് ഇസ് ഡ്യൂ ടു ഡ്രിഫ്റ്റ് ആണ്. സെമി കണ്ടക്ടറിൽ ഈ 3 പാരാമീറ്റർ 3 ട്രാൻസ്പോർട്ട് മെക്കാനിസം ഉണ്ട്. പക്ഷെ മെറ്റലിന്റെ കേസിൽ മെയിൻ ആയിട്ട് വന്ന ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് പോയിന്റ് ആണ്. ഫൈൻ. അപ്പൊ ഇനി വി കൻ ഓൾസോ ഡിഫൈൻ ദിസ് പോയിന്റ്, മൊബിലിറ്റി എന്താണ്? ഇത് നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടേം ആണ്. വാട്ട് ഇസ് മൊബിലിറ്റി? നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് മൂവിങ് ഫോർവേഡ് വിത്ത് എ വെലോസിറ്റി. ഏതൊരു ഒബ്ജക്ട് മൂവ് ചെയ്താലും അതിന്റെ കറസ്പോണ്ടിങ് ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കും. ഇലക്ട്രോണിന്റെ കേസിൽ ഞാൻ ആ വെലോസിറ്റിനെ പറയുന്നതാണ് സംതിങ് കോൾഡ് ആസ് എ ഡ്രിഫ്റ്റ് വെലോസിറ്റി, റെപ്രസെന്റഡ് ബൈ ദി mu suffix d എന്ന് പറയും. ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റിംഗ് ഓപ്പറേഷൻ കാരണം ഇലക്ട്രോൺസിന് ഒരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റിയാണ് mu d എന്ന് പറയുന്നത്.
മനസ്സിലായോ? ആൻഡ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, അതിനൊരു എക്സ്റ്റേണൽ എനർജി വേണം. ആ എനർജി ഉണ്ടെങ്കിലാണ് ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോ അങ്ങനെയും ചെയ്യാം. ഇല്ലെങ്കിൽ എനിക്ക് ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ എഫക്ട് കാരണവും ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് സംഭവിക്കാമെന്ന് നമ്മൾ പഠിക്കും. പി ജംഗ്ഷൻ ഡയോഡിന്റെ കേസിലും ട്രാൻസിസ്റ്ററിന്റെ കേസും ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ എന്താണ് കേസ്, ഇലക്ട്രോൺ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ അത് കാരണവും ഇലക്ട്രോൺ മുന്നോട്ട് പോയി ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ ഈ 3 ടേം, ഈ ഇലക്ട്രിക് ഫീൽഡും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും, അപ്പൊ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മൊബിലിറ്റിന്റെ പറയുന്ന പേരാണ് മ്യൂ. അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് മ്യൂ. ഈ 3 ടേംസിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മ്യൂ ഡി ബൈ ഇ ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത്, സോറി, വി ഡി ബൈ ഇ ഈക്വൽ ടു മ്യൂ എന്ന് പറയും. ഞാൻ മ്യൂ എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു, അത് മ്യൂ അല്ല, വി ഡി ആണ്. ദിസ് ഇസ് വെലോസിറ്റി ആണ്. മ്യൂ നമ്മൾ പറയുന്നത് എപ്പോഴും ഫ്രീക്വൻസിക്കാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, വി ഡി ബൈ ഈക്വൽ ടു മ്യൂ ആണ് നമ്മുടെ മൊബിലിറ്റിയുടെ ഇക്വേഷൻ ഇൻ ദ കേസ് ഓഫ് എ സെമി കണ്ടക്ടർ. മനസ്സിലായോ? ഓക്കെ, നൗ വി വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്, ദ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്. നമ്മൾ 3 പഠിക്കാനുള്ള. ഫസ്റ്റ് വൺ പൊളാരിറ്റി ആയിരുന്നു, സെക്കൻഡ് വൺ ട്രാൻസ്പോർട്ട് മെക്കാനിസം ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അബൌട്ട് ദി ഇന്ററാക്ഷൻ വിത്ത് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. മനസ്സിലായോ? അതിന്റെ മീനിങ് എന്താണ്? വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. കാരണം ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ഒരു സെമി കണ്ടക്ടർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസുമായിട്ട് ഒരു ഇന്ററാക്ഷൻ വന്നാൽ, അതായത് അസ്യൂം ദിസ് ഇസ് എ സെമി കണ്ടക്ടർ, ഇതിൽ ഞാനൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ മെറ്റീരിയൽ പല രീതിയിൽ റിയാക്ട് ചെയ്യും. പല കൈൻഡ് ഓഫ് ജനറേഷൻ ടെക്നീക്സ് ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ഉണ്ടാവുക. ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിവൈസ് ആണ് സോളാർ സെൽ. അത് നമ്മൾ അടുത്ത മോഡിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതേപോലെ സെക്കൻഡ് എഫക്റ്റ് ആണ് ഇലക്ട്രോ ലൂമിനസൻസ് എഫക്റ്റ്. എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രോൺസ് കൊടുക്കുന്ന സമയത്ത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. അത് ബേസ് ചെയ്താണ് ലേസർ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ലേസർ ലൈറ്റ് ഒക്കെ ഇല്ലേ, അത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ്. അതേപോലെ മൂന്നാമത്തെയാണ് ഫോട്ടോ ലൂമിനസൻസ്. ഫോട്ടോൺസ് കൊടുക്കുന്ന സമയത്ത് ലൂമിനസൻസ് വെച്ച് എന്താണ്, ലൈറ്റ് വരുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ നാലാമത്തതാണ് ഫോട്ടോ കണ്ടക്ടിവിറ്റി. ഫോട്ടോൺസ് കൊടുക്കുന്ന സമയത്ത് ഒരു കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ 4 ടെക്നീക്സ് നടക്കുന്നത് ഡ്യൂ ടു ഇന്ററാക്ഷൻ ഓഫ് ദ സെമി കണ്ടക്ടർ വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നേച്ചറിലും ഒട്ടുമിക്ക എല്ലാ സിഗ്നൽസും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ്. ഓക്കെ, ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ ഇങ്ങനെ വരികയാണ്. വന്നിട്ട് നമ്മുടെ സെമി കണ്ടക്ടറിന്റെ കേസിൽ ദിസ് ഇസ് എൻ ആറ്റം. നമ്മുടെ സെമി കണ്ടക്ടറിന്റെ അകത്തുള്ള ഒരു ആറ്റമാണ് നമ്മൾ ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, ഈ ആറ്റത്തിൽ എന്താ വരുന്നത്, ഒരു ഫോട്ടോൺ വരികയാണെന്ന് വിചാരിച്ചു. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ആ സ്പെക്ട്രത്തിലുള്ള ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ആണ് നമ്മൾ എന്ത് പറയുന്നത്, വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. ആ വിസിബിൾ ലൈറ്റിന്റെ ഒരു യൂണിറ്റ് ഫണ്ടമെന്റൽ പാക്കേജ് ഓഫ് എനർജിയാണ് ഫോട്ടോൺ. ആ ഫോട്ടോണിന്റെ എനർജിയാണ് ഇ ഈക്വൽ ടു എച്ച് മ്യൂ. ആ മ്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. എച്ച് എസ് യു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഈസ് എനർജി ഓഫ് എ ഫോട്ടോൺ. ഓക്കെ, ഒരു ഫോട്ടോണ് വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഒരു ഫോട്ടോൺ ഇങ്ങനെ വന്നിട്ട് അത് ഈ ആറ്റമിൽ വന്ന് ഹിറ്റ് ചെയ്യാണ്. മനസ്സിലായോ? അങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ ആറ്റമിൽ ഈ ഫോട്ടോൺ എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഇസ് എ എനർജിയാണ്. എക്സ്റ്റേണൽ എനർജി വന്ന് ഈ ആറ്റത്തിൽ ഇടിക്കുന്ന സമയത്ത് എന്ത് പറ്റും, ആറ്റമിന്റെ ഔട്ടർ മോഷനിൽ ആരുണ്ട്, ബാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്, അവര് കോവാലൻ ബോണ്ടിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വന്ന് ഇടിക്കുമ്പോൾ ഈ കോവാലൻ ബോണ്ടിൽ നിന്ന് ഈ ഇലക്ട്രോൺസ് ബ്രേക്ക് ഫ്രീ ആവും, എന്നിട്ട് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അങ്ങനെ ഇലക്ട്രോൺ ആയാൽ അവിടെ എന്തും ഉണ്ടാവുന്നുണ്ട്, ഹോളും ഉണ്ടാവുന്നുണ്ട്. അക്കോർഡിംഗ് ടു നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച ഇലക്ട്രോൺ ഹോൾ പെയർ കോൺസെപ്റ്റ് വെച്ചിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആറ്റം നോക്കിയേ, അതൊരു ഇലക്ട്രോൺ കാണുന്നില്ലല്ലേ, അതൊരു ഇലക്ട്രോൺ ആയിട്ടും മാറുന്നുണ്ട്, അവിടെ ഒരു ഹോളും ജനറേറ്റ് ആവുന്നുണ്ട്. മനസ്സിലായോ? സോ ഒരു ഫോട്ടോൺ വന്നിട്ട് ഒരു ആറ്റമിൽ കൊളൈഡ് ചെയ്തപ്പോൾ നമുക്കൊരു ഇലക്ട്രോൺ ഹോൾ ജനറേഷൻ ആണ് ഉണ്ടായത്. ഇലക്ട്രോൺസ് ഉണ്ടാവുന്നെങ്കിൽ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം എന്തുണ്ടാവുന്നുണ്ട്, കറണ്ട് ഉണ്ടാവുന്നുണ്ട്, ചാർജ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മൾ ഫോട്ടോൺസ് ഒരു ആറ്റമിന് കൊടുത്ത സമയത്ത് അത് കാരണം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആയി. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്നത്.
ഫോട്ടോൺസ് കൊടുക്കുമ്പോൾ വോൾട്ടൈക് എന്ന് വെച്ചാൽ എന്താണ്? വോൾട്ടേജ് അല്ലെ? ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നുണ്ട് കറസ്പോണ്ടിങ് ടു കറണ്ട്. അതാണ് ഫോട്ടോ വോൾട്ടൈക് എഫക്ട്. ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് സോളാർ സെല്ലില്. സോളാർ സെല്ല് പുറത്ത് വെക്കുകയാണെങ്കിൽ സൺലൈറ്റ് വന്ന് വീഴുന്നില്ലേ? സൺലൈറ്റ് എന്താണ്? ലൈറ്റ് ആണ്. ലൈറ്റിൽ ആരുണ്ട്? ഫോട്ടോൺസ് ഉണ്ട്. ആ ഫോട്ടോൺസ് വന്ന് സോളാർ സെല്ലിൽ വീഴുന്ന സമയത്ത് സോളാർ സെല്ല് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇറ്റ് പ്രൊഡ്യൂസസ് ദി ഇലക്ട്രിസിറ്റി. ദാറ്റ് ഇസ് ദ ഫോട്ടോ വോൾട്ടൈക് എഫക്ട്. സോളാർ സെല്ലിന്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ആണ് ഫോട്ടോ വോൾട്ടൈക് എഫക്ട്. ഇനി സെക്കൻഡ് മെക്കാനിസം നോക്കിയേ. സെക്കൻഡ് മെക്കാനിസം എന്ന് പറയുന്നതാണ് ഇലക്ട്രോലൂമിനസെൻസ്. അതെന്തായിരിക്കും? എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത്? ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ലൈറ്റ് കിട്ടണം, ലൂമിനസെൻസ് കിട്ടണം. അതെങ്ങനെയാണ്? അഗൈൻ സി അസ്യൂം വി ഹാവ് എ ആറ്റം. ഓക്കെ, ആ ആറ്റത്തിന് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? ഞാൻ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോണും ഹോളും പെയർസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കാരണം ദിസ് വിൽ പ്രൊഡ്യൂസ് എന്തായിരിക്കും? ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഫോട്ടോൺ ഇൻ ദ സെൻസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് a photon of energy E equal to h mu പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് എന്താണ്? ഇലക്ട്രോലൂമിനസെൻസ്. ഇത് എന്താ സംഭവിക്കുന്നത്? ദിസ് ഇസ് ആക്ച്വലി ദ റീകോമ്പിനേഷൻ മെക്കാനിസം അല്ലേ? സി ഇവിടെ നോക്കേ, ഈ ഫസ്റ്റ് കേസിൽ ഫോട്ടോൺ കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ആയി. ആ ഇലക്ട്രോൺ ഹോൾ പെയർ കുറെ നേരം ലൈഫ് ടൈം കഴിയുമ്പോൾ തിരിച്ച് ബാക്ക് ടു നോർമൽ പൊസിഷൻ വരും ഞാൻ പറഞ്ഞില്ലേ? ആ കേസല്ലേ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നേ. ഇലക്ട്രോൺ ഹോൾ പെയർ ഒരു ആറ്റത്തിന് കൊടുക്കുമ്പോൾ അതൊരു പോയിന്റിൽ ആറ്റമിന്റെ ഇതിൽ പൊസിഷനിൽ വന്ന് റീകമ്പൈൻ ചെയ്യും. ആ റീകമ്പൈൻ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ആദ്യം അത് എടുത്ത എനർജി എന്താണോ അതിനെ ലൂസ് ചെയ്യും, അതിനെ കളയും. ആ കളയുന്നതാണ് ഫോട്ടോൺ ആയിട്ട് റിലീസായി പുറത്തു വരുന്നത്. അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സാധനം എന്താണോ അത് തിരിച്ചിവിടെ പുറത്തു വരുന്നുണ്ട്. രണ്ട് ടെക്നിക്കാണ്, രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്. പക്ഷെ പ്രോസസ് ഇതാണ്. ഒന്ന് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷനും ആണ്, ഒന്ന് റീകോമ്പിനേഷനും ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ആൻഡ് മൂന്നാമത്തെ നോക്കിയേ, ഫോട്ടോ ലൂമിനസെൻസ്. അതെന്താണെന്നറിയോ? അതെന്ന് പറയുന്നത് ഒരു ആറ്റം ഞാൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ആറ്റത്തിന് ഞാൻ ഒരു ഫോട്ടോൺ h mu കൊടുക്കുകയാണ്. ആ ഫോട്ടോൺ കൊടുക്കുന്ന കാരണം അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഇലക്ട്രോണും ഹോളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? കുറെ നേരം കഴിയുമ്പോൾ ഈ ഇലക്ട്രോണും ഹോളും കൂടെ റീകമ്പൈൻ ചെയ്ത് തിരിച്ച് ഈ ആറ്റത്തിൽ വന്ന് റീകമ്പൈൻ ചെയ്യും. അത് കാരണം ഇലക്ട്രോൺ നേരത്തെ അബ്സോർബ് ചെയ്ത ഈ എനർജി, ആ എനർജി യൂണിറ്റിനെ ഇവിടെ എന്ത് ചെയ്യും? അത് റിലീസ് ചെയ്യും ആസ് എ ഫോട്ടോൺ. അപ്പൊ നമ്മളൊരു ഫോട്ടോൺ കൊടുത്തു, അതായത് ഒരു ലൈറ്റ് കൊടുത്തു, പക്ഷെ എനിക്ക് ലൈറ്റ് തന്നെ തിരിച്ച് കിട്ടുന്നുണ്ട്. ഔട്ട്പുട്ട് ആയിട്ട് ഇൻപുട്ട് ലൈറ്റ് ആണ്, ഔട്ട്പുട്ട് ലൈറ്റ് ആണ്. അപ്പൊ അതെന്താണ്? ഇറ്റ് ഇസ് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോ ലൂമിനസെൻസ്. ഫോട്ടോൺ കൊടുത്തു, ലൂമിനസെൻസ് കിട്ടി. ഇനി നാലാമത്തെ ടൈപ്പാണ് ഫോട്ടോ കണ്ടക്ടിവിറ്റി. ഫോട്ടോ കണ്ടക്ടിവിറ്റിയുടെ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഫോട്ടോ കണ്ടക്ടർ. അതായത് നമ്മുടെ ഈ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലാമ്പ്, നമ്മുടെ റോഡ് സൈഡിലൊക്കെ വെക്കുന്ന മറ്റേ സ്ട്രീറ്റ് ലാമ്പ് ഇല്ലേ, അതെങ്ങനെയാണ്? സന്ധ്യ നേരം ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ, അതായത് പുറത്തുള്ള ലൈറ്റ് കുറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര ക്ലൗഡി ആവുന്ന സമയത്ത്, രാവിലെ ആയാലും ക്ലൗഡി ആവുന്ന സമയത്ത് എന്ത് പറ്റും? അത് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ആവും. മനസ്സിലായോ? അത് ഫോട്ടോ കണ്ടക്ടർ ആണ്. കാരണം എന്താണ്? ഫോട്ടോൺസ് അതിന്റെ പുറത്ത് വിടുന്ന സമയത്ത് അത് കണ്ടക്റ്റീവ് ആയിരിക്കും. ആ ഫോട്ടോൺസ് വരുന്നത് സ്റ്റോപ്പ് ആവുമ്പോൾ കണ്ടക്ടിവിറ്റി നിൽക്കും. അത് കാരണം സം ഓപ്പറേഷൻ ഹാപ്പൻസ്. മനസ്സിലായോ? സോ ഫോട്ടോൺസ് വരുന്നതും വരാതിരിക്കുന്നതും കാരണം ആണ് ഇതിന്റെ ഓപ്പറേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫോട്ടോൺസ് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ അത് ഓഫ് കണ്ടീഷനിലായിരിക്കും, ഫോട്ടോൺസ് ഓഫ് ആകുമ്പോൾ അത് ഓൺ കണ്ടീഷനിൽ മാറും. അങ്ങനെ ലൈറ്റ് ഓൺ ആവും. ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഫോട്ടോ കണ്ടക്ടർ. അടുത്ത മോഡ്യൂളിൽ നമ്മൾ ഫോട്ടോ കണ്ടക്ടേഴ്സിന്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് പഠിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് യുവർ തേർഡ് ക്യാരക്ടറിസ്റ്റിക്. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ 3 ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നമ്മൾ ഇതിൽ ഇപ്പം 3 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തും പഠിച്ചു? ബോണ്ട് മോഡൽ എന്താണെന്ന് പഠിച്ചു. 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ പൊളാരിറ്റി പഠിച്ചു, പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് മെക്കാനിസം പഠിച്ചു, പിന്നെ ഈ ഇന്ററാക്ഷൻ വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണെന്ന് പഠിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ബോണ്ട് മോഡലിൽ കൂടെ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരുന്നു. അപ്പൊ ബോണ്ട് മോഡൽ പോലെ അത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നതാണ് യൂസിങ് ദ ബാൻഡ് മോഡൽ. അപ്പൊ ബാൻഡ് മോഡലിന്റെ കേസ് ആണ് നമ്മൾ ഇവിടെ നോക്കിയിരുന്നത് ഇല്ലേ? ഇപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം ഉണ്ട്, അതിൻ്റെ അകത്ത് സിലിക്കണിന്റെ അകത്ത് എങ്ങനെയാണ് ഓർബിറ്റൽ വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കേസിൽ പറഞ്ഞു, ഈ സിലിക്കണിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിൽ നമുക്ക് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു അല്ലെ? ആൻഡ് ഈ കണ്ടക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കത്തില്ലേ? ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇവിടുത്തെ കേസിൽ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന വാലൻസ് ഇലക്ട്രോൺസ് ആണ് കോവാലന്റ് ബോണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ? കോവാലന്റ് ബോണ്ടിൽ ഇരിക്കുന്നത്.
ആൻഡ് നമ്മൾ എനർജി കൊടുക്കുമ്പോൾ ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ വാലൻസ് ഇലക്ട്രോൺ ആണ് ആരായിട്ട് മാറുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറുന്നത്. അതായത് നമ്മുടെ സിലിക്കന്റെ കേസിൽ ഈ വാലൻസ് ഇലക്ട്രോൺ ആണ് കണ്ടക്ഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്ന എല്ലാ ഇലക്ട്രോൺസിനെയും, ഇപ്പൊ എല്ലാ ഇലക്ട്രോൺസ് എടുക്കുകയാണെങ്കിൽ ഈ ഓരോ ഇലക്ട്രോണിനും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഓരോ ഇലക്ട്രോണിനും ഓരോ എനർജി ലെവൽ ഉണ്ടാവും. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഓരോ ഇലക്ട്രോൺ എടുക്കുമ്പോഴും, ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പറയുകയാണെ, സി 1s ഉണ്ട്, ഇങ്ങനെ വരയ്ക്കാം. 1s, we have 2s, 2p, 3s, 3p. ഇത്രയാണ് സിലിക്കന്റെ കേസിലുള്ള ആറ്റോമിക് കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ 1sന്റെ അകത്ത് ഈ 1s എന്ന് പറയുന്ന കേസിൽ ഞാൻ ഇപ്പുറത്ത് വരയ്ക്കാം, ഫ്രഷ് പേജിൽ നോക്കാം. അപ്പം നമ്മള് ഇൻ ദിസ് കേസ് നമുക്ക് എന്തുണ്ട്, we have 1s, 2s, 2p, 3s and 3p ഉണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ സിലിക്കന്റെ കേസിലുള്ള ആറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 1sന്റെ കേസിന്റെ നമുക്ക്, ഞാനിപ്പോ ഈ 1s എന്ന് പറയുന്ന ഓർബിറ്റല് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണേ. അതിൻ്റെ അകത്ത് നമുക്ക് എത്ര ഇലക്ട്രോൺ ഉണ്ടായിരുന്നു? 2 അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ. എസ് എന്ന് പറയുന്ന ഓർബിറ്റലിന് 2 അവൈലബിൾ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ അതിന്റെ സ്റ്റേറ്റ്സ് എന്ന് പറയുമോ, 2 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണവും ഒക്കുപ്പൈഡും ആയിരുന്നു. അടുത്ത 2sന്റെ കേസിലും അതിന് 2 അവൈലബിൾ സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, ഓഫ് വിച്ച് 2ഉം ഓക്കുപ്പൈഡ് ആണ്. അതുപോലെ 2pയുടെ കേസിലോ നമുക്ക് 6 അവൈലബിൾ സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ, 6 എണ്ണം ഉണ്ട്, ഓഫ് വിച്ച് 2 എണ്ണം ഓക്കുപ്പൈഡ് ആയിരുന്നു. സോറി, എല്ലാം ഓക്കുപ്പൈഡ് ആയിരുന്നില്ലേ? എല്ലാം ഓക്കുപ്പൈഡ് ആയിരുന്നു. ആൻഡ് 3sന്റെ കേസിലും നമുക്ക് 2 എണ്ണമാണ് അവൈലബിൾ സ്റ്റേറ്റ്സ്, അല്ലെ 2 ഓക്കുപ്പൈഡ് ആയിരുന്നു. പക്ഷെ 3pയിലോ 6 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ എത്ര മാത്രമേ ഒക്കുപ്പൈഡ് ആയിട്ടുള്ളൂ? 2 എണ്ണം മാത്രമേ ഒക്കുപ്പൈഡ് ആയിട്ടുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ 1s എന്ന് പറയുന്ന ഓർബിറ്റലിന് അതിൻ്റെ അകത്ത് പല ഇലക്ട്രോൺസ് ഉണ്ടാവും. മനസ്സിലായോ? പക്ഷെ ഈ ഓരോ ഇലക്ട്രോണിന്റെയും സ്പിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കും, ഒരിക്കലും അത് സെയിം ഡയറക്ഷനിൽ ആയിരിക്കത്തില്ല. ഓക്കെ, ഇത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നതാണ്. ആൻഡ് ഓൾസോ ഇറ്റ് സേസ് ദാറ്റ് ഇപ്പൊ ഈ അവസാനത്തെ 3p ഓർബിറ്റലൊക്കെ അതിലെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽ 3sഉം 3pയും കൂടെ കമ്പൈൻ ചെയ്താണ് ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽ ആയത്. അപ്പൊ ഈ ഔട്ടർമോസ്റ്റ് ഓർബിറ്റല് 3pയുടെ കേസിൽ 6 അവൈലബിൾ 6 അവൈലബിൾ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു അല്ലെ, ഓഫ് വിച്ച് 4 എണ്ണമായിരുന്നു നമ്മൾ ഒക്കുപ്പൈ ചെയ്തത്. 4 സ്റ്റേറ്റ്സ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. 2 ഇലക്ട്രോൺസ് ഒക്കുപ്പൈഡ് ആയിരുന്നു. കറക്റ്റ് അല്ലേ? 2 ഇലക്ട്രോൺസ് ഒക്കുപ്പൈഡ് ആയിരുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ 2 ഇലക്ട്രോൺ ഒരിക്കലും ഒരേ എനർജി സ്റ്റേറ്റിൽ വരത്തില്ല. അതും പോളിസ് എക്സ്ക്ലൂഷൻ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ 3pയിൽ ഞാൻ ഈ സിംഗിൾ ലൈൻ വരച്ചിട്ട് അതിൻ്റെ അകത്ത് 2 ഇലക്ട്രോണല്ലേ കാണിച്ചേക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഈ 2 ഇലക്ട്രോണിനും ഒരേ എനർജിയാണ് വരാൻ പോകുന്നതെന്നാണ് ഞാൻ ഈ ഡയഗ്രാം വെച്ച് പറഞ്ഞേക്കുന്നത്. പക്ഷെ അങ്ങനെ വരത്തില്ല. അത് കാരണം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഈ 3pക്ക് അകത്ത് എത്ര അവൈലബിൾ സ്റ്റേറ്റ്സ് ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യും? 6 ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. മനസ്സിലായോ? അതുപോലെ തന്നെ 3sലും സംഭവിക്കും. 3sലും അതിനാകെ 2 കപ്പാസിറ്റിയേ ഉള്ളൂ, 2 സ്റ്റേറ്റേ ഉള്ളൂ. അതിലും നമ്മൾ ആ 2 സ്റ്റേറ്റും ഫിൽഡ് ആക്കി വെച്ചേക്കുക. അപ്പൊ ഒരേ എനർജി ലെവലിൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നേ? അങ്ങനെ നടക്കത്തില്ല എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു? 2 സ്റ്റേറ്റ്സ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ 2നെയും 2 ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വി ആർ സ്പ്ലിറ്റിംഗ് ദ എനർജി സ്റ്റേറ്റ്സ്. എന്നിട്ട് എന്ത് പറ്റുന്നുണ്ട്? സോ ഇപ്പൊ ഇത് 2 കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം എത്ര എണ്ണം വരുന്നുണ്ട്? ഇവിടെ 6 + 2 8 നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വരുന്നുണ്ട്. എന്നിട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ സ്റ്റേറ്റ്സ് ഇത്രയും ഡിഫറെന്റ് എനർജി ലെവലാണ്. ഈ ഓരോ ലെവലും ഓരോ എനർജിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ലൈൻ ചിലപ്പം E1 എന്നൊരു എനർജി ആയിരിക്കും, ഇത് E2 എന്നൊരു എനർജി, അങ്ങനെ എക്സെട്ര അപ് ടു എത്ര എനർജി ലെവൽസ് വരുന്നുണ്ട്? 8 എനർജി ലെവൽസാണ് വരച്ചേക്കുന്നത് നമ്മൾ. ഇനി ഈ സ്പ്ലിറ്റ് ആയ എനർജി ലെവൽസ് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്ത് നമ്മൾ കുറെ ബാൻഡ് എന്ന് പറയും. മനസ്സിലായോ? കാരണം നമ്മൾ സെമി കണ്ടക്ടർ തിയറി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു പിക്ചറാണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. ഓക്കെ, അപ്പൊ അതിലൊരു ബാൻഡ് എന്ന് പറയുന്നത് ലിറ്ററലി ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഡിഫറെന്റ് എനർജി ലെവൽസ് ആണ്. മനസ്സിലായോ? ഒരു വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി എനർജി ലെവൽസ് ആണ്.
അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ 3s-ഉം 3p-യും ആയിരുന്നു. അതിലുണ്ടായിരുന്ന നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? കാരണം 2 ഇലക്ട്രോണിന് ഒരേ എനർജി ലെവലിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടും എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്ത് 2 ഡിഫറെന്റ് എനർജി ലെവൽ ആവും. മനസ്സിലായോ? അപ്പൊ അവിടെ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടോ, ഇവിടെ 6 സ്റ്റേറ്റ് എങ്കിൽ 6 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ആവും. ഇവിടെ 2 എണ്ണമെങ്കിൽ 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പൊ ഇൻ ടോട്ടൽ നമുക്ക് 2 + 6 എത്രയാണ്? 8 നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ ഉണ്ടായിരിക്കുന്നത്. 8 നമ്പർ ഓഫ് ഡിഫറെന്റ് എനർജി ലെവൽസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത സാധനങ്ങളെ വി വിൽ മേർജ് ഇറ്റ്, കമ്പൈൻ ചെയ്യും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇവിടത്തെ ആദ്യത്തെ 4 എണ്ണം കമ്പൈൻ ചെയ്ത് ഒരു ബാൻഡും അവസാനത്തെ 4 എണ്ണം കമ്പൈൻ ചെയ്ത് അടുത്ത ബാൻഡും ആവും. ആ ബാൻഡിനെ ഞാൻ വരച്ച് കാണിക്കാം. ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ ഇതല്ലേ ഔട്ടർ മോസ്റ്റ് ഏറ്റവും ഹയസ്റ്റ് എനർജി ലെവൽ, അതിങ്ങനെ പോവും അല്ലെ. അതുപോലെ ഏറ്റവും ലോസ് എനർജി ലെവൽ ഇങ്ങനെയും പോവും. ആൻഡ് എന്താ സംഭവിക്കുന്നത്? ഈ ആദ്യത്തെ 4 എണ്ണം ഇത്രയും സാധനവും അവസാനത്തെ 4 എണ്ണവും ഇൻഡിപെൻഡന്റ്ലി കമ്പൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇങ്ങനെ വരയ്ക്കാം. മനസ്സിലായോ? ഇൻ ദ സെൻസ് ദാറ്റ് ആദ്യത്തെ 4 സ്റ്റേറ്റ്സ് വന്നിട്ട് ഇവിടെ 1 2 3 4 ആവും. അതേപോലത്തെ അവസാനത്തെ 4 എണ്ണം ഇവിടെ 1 2 3 4 ആയിട്ട് മാറും. മനസ്സിലായോ? സോ ഈ ഒരു ബാൻഡ്, ഇതിനെ നമ്മൾ ബാൻഡ് എന്ന് പറയും. ഈ ബാൻഡിന്റെ അകത്ത് എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉള്ളത്? വി ഹാവ് 4 സ്റ്റേറ്റ്സ് വരും. മനസ്സിലായോ? അതേപോലെ ഈ ബാൻഡിന്റെ അകത്ത് എത്ര സ്റ്റേറ്റ്സ് വരും? 4 സ്റ്റേറ്റ്സ് വരും. ഓക്കെ. ആൻഡ് ഈ ഒരു ബാൻഡിനെ നമ്മൾ പറയുന്നത് ഇറ്റ് ഹാസ്, ഇപ്പൊ ഈ ബാൻഡിന്റെ അകത്ത് വരുന്ന ഇലക്ട്രോൺസിന്റെ എല്ലാം, ഈ ബാൻഡിൽ വരുന്ന ഓരോ ബാൻഡിലും ഒരു ഇലക്ട്രോൺസ് വരും. ഈ ബാൻഡിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എല്ലാം എനർജി കൂടുതലായിരിക്കത്തില്ലേ? കാരണം ദാറ്റ് ഇസ് കറസ്പോണ്ടിങ് ടു ഈ 3p ആയിരുന്നു. ആൻഡ് ഈ താഴെ വരുന്ന ബാൻഡിലുള്ള എല്ലാ സ്റ്റേറ്റ്സും കറസ്പോണ്ട്സ് 3s ആയിരുന്നു. സോ കമ്പാരിറ്റീവ്ലി കുറച്ചു എന്താണ് എനർജി കുറവായിരിക്കും. സോ ഈ ഹയർ എനർജി ബാൻഡിൽ വരുന്ന ഈ ഒരു സെക്ഷനെ നമ്മൾ പറയുന്ന ബാൻഡ്, ആ ഹയർ എനർജി വരുന്ന ആ ബാൻഡിന്റെ അകത്തുള്ള ലെവൻസിലെ നമ്മൾ പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് എ കണ്ടക്ഷൻ ബാൻഡ്. ആൻഡ് ഈ ലോവർ എനർജി സ്റ്റേറ്റ്സ് ഉള്ള ഈ ഒരു ബാൻഡിനെ നമ്മൾ പറയുന്നത് എന്താണ്? ദിസ് ഇസ് എ വാലൻസ് ബാൻഡ്. ഈ എനർജി ബാൻഡ് എന്ന് പറയുന്നത് ഒരൊറ്റ ഒരു എനർജീനെ റെപ്രസെന്റ് ചെയ്യുന്ന സാധനമല്ല. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ എനർജി ലെവൽസ് ആണ്. മനസ്സിലായോ? അങ്ങനെ കുറെ എനർജി ലെവലിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുന്ന ഒരു ടേമിനെയാണ് നമ്മൾ എനർജി ബാൻഡ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, ഈ കോൺസെപ്റ്റ് മൊത്തം ഞാൻ പറഞ്ഞത് ഇൻ ദ കേസ് ഓഫ് 1 സിലിക്കൺ ആറ്റത്തിന്റെ കേസിലല്ലേ? അത് മനസ്സിലാക്കുമല്ലോ. ഒരു സിലിക്കൺ ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ ആയിരുന്നു 14 എന്ന് പറയുന്നത്. ആ 14നെ നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്താണ് അതിന്റെ ഈ അറ്റോമിക് ഓർബിറ്റലായിട്ട് ഞാൻ വരച്ചിരുന്നത്. കറക്റ്റ് അല്ലേ? അതിന്റെ കറസ്പോണ്ടിങ് സ്പ്ലിറ്റിംഗ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതേപോലെ യാഥാർത്ഥ്യത്തിൽ ഒരു സിലിക്കൺ വേഫറിനകത്ത് എത്ര ആറ്റംസ് വരാം? n നമ്പർ ഓഫ് ആറ്റംസ് വരാം. വേറെ n ക്യാൻ ലീഡ് ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി വരെ പോകത്തില്ല, പക്ഷെ സം n വാല്യൂ എന്ന് പറയാം. n നമ്പർ ഓഫ് ആറ്റംസ് വരുന്നു എന്ന് പറയാം. അങ്ങനെ n ആറ്റംസ് വരുന്ന കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ കണ്ടക്ഷൻ ബാൻഡിന്റെ അകത്ത് 4 സ്റ്റേറ്റ് വന്നു, വാലൻസ് ബാൻഡിന്റെ അകത്ത് 4 സ്റ്റേറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ലിറ്ററലി ആ കണ്ടക്ഷൻ ബാൻഡിന്റെ അകത്ത് എത്ര സ്റ്റേറ്റ്സ് ആയിരിക്കും വരുന്നേ? 4n നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വരും. 4 into n ടൈംസ്. അതേപോലെ വാലൻസ് ബാൻഡും 4 into n ടൈംസ്, n കറസ്പോണ്ടിങ് ടു n നമ്പർ ഓഫ് ആറ്റംസ്. ഈ n നമ്പർ ഓഫ് ആറ്റംസിന്റെ എല്ലാത്തിന്റെയും വാലൻസ് ബാൻഡും ഈ ഒരു പ്രോസസ്സിലെ വരത്തില്ലേ, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. മനസ്സിലായോ? സോ ഒരു സിലിക്കൺ വേഫർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ സിലിക്കൺ ആറ്റംസിന്റെയും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽസ് ഉണ്ടാവും. ആ ഓർബിറ്റൽസ് കാരണം അതിലുള്ള വാലൻസ് ഇലക്ട്രോൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് കണ്ടക്ഷൻ പ്രോസസ് ഉണ്ടാകുന്നത്. ആ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിലുള്ള എല്ലാ വാലൻസ് ഇലക്ട്രോൺസിന്റെയും എനർജീസെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് യൂസിങ് ദിസ് എനർജി ബാൻഡ് ഡയഗ്രാം. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. എനർജി ബാൻഡ് ഡയഗ്രാം. ഇത് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് നമുക്ക് അടുത്ത ഫിഗറിൽ നോക്കാം. സി ലുക്ക് അറ്റ് ദിസ് കേസ്. ഇതാണ് നമ്മുടെ ബാൻഡ് തിയറി. ഇപ്പൊ ഇതിന് ആക്ച്വലി ഈ ഫസ്റ്റ് ഫിഗർ ഇൻ ദ കേസ് ഓഫ് ഇതൊരു ഇൻസുലേറ്ററിന്റെ കേസിൽ ഇതൊരു സെമി കണ്ടക്ടർ ആൻഡ് ദിസ് ഇസ് എ കേസ് ഓഫ് ഇൻസുലേറ്റർ ആണ്. ഓക്കെ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റ് വെച്ചിട്ട് ഇൻസുലേറ്ററിന്റെ കേസ് ആദ്യം നോക്കിയേ.
നമുക്ക് താഴെ ഇവിടെ എന്തുണ്ട്? ബാലൻസ് ബാൻഡ് ഉണ്ട്. ഓക്കെ, ബാലൻസ് ബാൻഡ് ആണ്. ഈ ആക്സിസ്, ഇത് ആക്ച്വലി ഒരു ഗ്രാഫ് ആണ്. ഈ ഗ്രാഫില് ഈ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് എനർജിയാണ്. വാല്യൂ സ്റ്റാർട്ടിങ് ഫ്രം 0 to ഇൻഫിനിറ്റി വരെ പോകുന്ന എനർജീസ് ആണ്. ആൻഡ് ഈ ആക്സിസോ, ഇത് കാണിക്കുന്നത് എന്തായിരിക്കും? ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും കാണിക്കുന്നത്. മനസ്സിൽ ദിസ് ഷോസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബാലൻസ് ബാൻഡ് ഉണ്ട്. എന്നിട്ട് ബാലൻസ് ബാൻഡിന്റെ അകത്ത് നമുക്ക് ഇതിന് കുറെ എന്തുണ്ടാവും? എനർജി ലെവൽസ് ഉണ്ടാവും. എന്നിട്ട് പിന്നെന്താണ്? ഇടയ്ക്കൊരു ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്കിപ്പം സം ഇ വി വാല്യൂ തൊട്ട് ഇ വി വാല്യൂ പറയും. അതാണ് ഈ ബാലൻസ് ബാൻഡിന്റെ രണ്ട് എക്സ്ട്രിമിറ്റീസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇ വി തൊട്ട് ഈ കണ്ടക്ഷൻ ബാൻഡിന്റെ ബിഗിനിങ്ങിനെ ഞാൻ ഇ സി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഇ സി ടു ഇ വി ഡിഫറൻസ്, ഇ സി മൈനസ് ഇ വി എന്ന് പറയുന്ന ആ ഗ്യാപ്പിനെ ഞാൻ പറയുന്ന പേരാണ് എനർജി ബാൻഡ് ഗ്യാപ്പ്, അല്ലെങ്കിൽ ഫോർബിഡൻ ബാൻഡ് എന്ന് പറയും. സി ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയും. എന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് എന്താണ്? അതിന്റെ ഇടയ്ക്ക് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതാണ് മീനിങ്. ഇലക്ട്രോൺസ് എപ്പോഴും എവിടെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ? ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യാം. അല്ലാണ്ട് ഈ ഫോർബിഡൻ ബാൻഡിൽ അത് എക്സിസ്റ്റ് ചെയ്യത്തില്ലെന്നാ പറയുന്നത്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ കേസ് നോക്കി. രണ്ടാമത് സെമി കണ്ടക്ടറുടെ കേസിലാണ്. സെമി കണ്ടക്ടർ കേസിൽ സി ബാലൻസ് ബാൻഡ് ഉണ്ടായിരുന്നു, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് ഇവിടെ. ആൻഡ് അതിന്റെ ഇടയ്ക്കുള്ള ഈ എനർജി ബാൻഡ് ഗ്യാപ്പിന്റെ സൈസ് ഉണ്ടോ? ഡിഫറൻസ് ഉണ്ടോ? ചെറുതല്ലേ? ഇൻസുലേറ്ററിൽ കൂടുതലാണ്, പക്ഷെ സെമി കണ്ടക്ടറിൽ അത് കുറവാണ്. അതുപോലെ ഇൻസുലേറ്ററിന്റെ കേസിൽ നോക്കിയേ, ദിസ് ഇസ് യുവർ കണ്ടക്ഷൻ ബാൻഡ്, ആ ബ്ലൂ കളർ. അതുപോലെ പിങ്ക് കളറിൽ മാർക്ക് ചെയ്യുന്നതൊക്കെയാണ് ബാലൻസ് ബാൻഡ്. എന്ന് വെച്ചാൽ ലിറ്ററലി രണ്ട് ഓവർലാപ്പ് ചെയ്ത് വരികയല്ലേ. ഓവർലാപ്പ് ചെയ്ത് വന്ന അതിന്റെ മീനിങ് എന്താണ്? ഇവർക്കിടയിലുള്ള ബാൻഡ് ഗ്യാപ്പ് ഉണ്ടോ അവിടെ? ഇല്ല, ഇറ്റ് ഇസ് വെരി മിനിമം. ഓക്കെ, ഇനി ഈ ബാൻഡ് ഗ്യാപ്പിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? സോ ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഇസ് എ വെരി പോർലി കണ്ടക്ടിങ് മെറ്റീരിയൽ. കണ്ടക്ട് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ കണ്ടക്ഷൻ എപ്പോൾ സംഭവിക്കുന്നത്? കണ്ടക്ഷൻ സംഭവിക്കുന്നത് ഇസ് വെൻ, നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു, ബാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത് ബാലൻസ് ബാൻഡിലല്ലേ? ആണോ? അതാണോ? അത് കോൺസെപ്റ്റ് ആണോ? അത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു? സി, നമ്മുടെ ഔട്ടർ മോസ്റ്റ് എനർജി ഓർബിറ്റിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ബാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ബാലൻസ് ഇലക്ട്രോൺസ് ആദ്യം എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ബാലൻസ് ബാൻഡിലാണ്. എന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു എക്സൈറ്റേഷൻ, ഒന്നുകിൽ തെർമലോ അല്ലെങ്കിൽ ഫോട്ടോ ജനറേഷനോ വഴി ഒരു എനർജി കിട്ടുമ്പോഴാണ് അത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യാൻ പോകുന്നത്, ഒരു ഹയർ എനർജി ലെവലിലോട്ട് ജമ്പ് ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ബാലൻസ് ബാൻഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഐ വിൽ ഷോ a picture for that. See, ഇത് നോക്കുക. സി, ഇതാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. സി, ഫിഗർ എയിൽ കാണിച്ചേക്കുന്നത് ഇതെന്താണ്? നമ്മുടെ ബാലൻസ് ബാൻഡ് ആണ്. ആൻഡ് ദിസ് ഈസ് യുവർ കണ്ടക്ഷൻ ബാൻഡും ആണല്ലോ. കറക്റ്റ് ആണല്ലേ? അപ്പൊ ഈ കേസിൽ സി, ബാലൻസ് ബാൻഡിന്റെ അകത്ത് കുറെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇട്ടേക്കുന്നുണ്ടോ? അതൊക്കെ എന്താണ്? ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താണ്? നമ്മുടെ ഡിഫറെന്റ് എനർജി ലെവൽസ് ആണ്. അതിൻ്റെ അകത്തുള്ള ഓരോ എനർജി ലെവലിലാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ആൻഡ് ആ ഓരോ എനർജി ലെവലിലും നമുക്ക് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യും, അല്ലെ? ആൻഡ് ഇപ്പൊ നമ്മൾ ഒരു ടെമ്പറേച്ചർ ഒന്നും കൊടുത്തിട്ടില്ല, ടെമ്പറേച്ചർ ഇക്വൽ ടു 0 കെൽവിൻ, വേറെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എനർജി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഈ ടെമ്പറേച്ചർ ഇല്ലാത്ത സമയത്ത് ഈ ഇലക്ട്രോൺസ്, നമ്മുടെ ബാലൻസ് ഇലക്ട്രോൺസ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ ബാലൻസ് ബാൻഡിലായിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. ബാലൻസ് ബാൻഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ബാലൻസ് ഇലക്ട്രോൺസ് ഇരിക്കും. എന്നിട്ട് നമ്മൾ പതിയെ ഒരു ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ഈക്വൽ ടു hμ ഉള്ള ഒരു ഫോട്ടോൺസ് ഞാൻ കൊടുത്തു തുടങ്ങുമ്പോൾ, ഇതിന്റെ അകത്തുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ ഗ്രീൻ കളർ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഗ്രീൻ കളർ ഇവിടെ ഇരുന്ന ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യും. കണ്ടക്ഷൻ ബാൻഡിന്റെ അകത്ത് നമുക്ക് പല എനർജി ലെവൽസ് ഉണ്ട്, ലൈൻ വരച്ചേക്കുന്നുണ്ടോ? പക്ഷെ T = 0 കെൽവിനിൽ അതെല്ലാം എം ടി ആയിരുന്നു, കാരണം ഇലക്ട്രോൺ ഇല്ല. പക്ഷെ ഇവിടുത്തെ കേസിൽ ടെമ്പറേച്ചർ കൂട്ടിയ സമയത്ത് ആ ഇലക്ട്രോൺസ് ഈ എനർജി അബ്സോർബ് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും എനർജി ലെവൽസിൽ അത് പോയി ഇരിക്കും. മനസ്സിലായോ? എന്നിട്ട് അപ്പൊ ആ ഇലക്ട്രോൺ പോയ സ്ഥാനത്ത് നമുക്കവിടെ ഹോൾസ് ക്രിയേറ്റ് ആവും. എന്നിട്ട് ആഫ്റ്റർ സം ടൈം ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ എനർജി അബ്സോർബ് ചെയ്ത എനർജി റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത് ഇറ്റ് കംസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതാണ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷനും റീകോമ്പിനേഷൻ പ്രോസസ്സും. മനസ്സിലായോ? അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ ബാലൻസ് ബാൻഡിന്റെ അകത്ത് ആരാണുള്ളത്? ബാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ആൻഡ് വേറൊരു എനർജി, നമ്മൾ എക്സ്റ്റേണൽ എനർജി കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഗെറ്റ്സ് എക്സൈറ്റഡ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. അതാ പറഞ്ഞത്. ഇനി കമ്മിങ് ബാക്ക് ടു ദിസ് ഫിഗർ, ഇതാണ് നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രം എന്ന് പറയുന്നത്, ഈ ഫിഗറിനെ. ഓക്കെ, ദിസ് ഇസ് യുവർ എനർജി ബാൻഡ് ഡയഗ്രം. എനർജി ബാൻഡ് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്
ഇൻസുലേറ്ററിന്റെ കേസിൽ എന്താണ്, കണ്ടക്ഷൻ സംഭവിക്കുന്നില്ല. വിച്ച് മീൻസ് ദാറ്റ് ബാലൻസ് ബാൻഡിന്റെ അകത്ത് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന് ഈ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്ന ഇത്രയും ഡിസ്റ്റൻസ് ജമ്പ് ചെയ്ത് പോയാൽ മാത്രമേ കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ ബാലൻസ് ബാൻഡില്, ഇൻസുലേറ്ററിന്റെ കേസില് ബാലൻസ് ബാൻഡിന്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന്, മനസ്സിലായോ, ആ ഇലക്ട്രോണിന് നമ്മള് E = hν എന്ന് പറയുന്ന ഒരു എനർജി കൊടുക്കുമ്പോഴാണ് അത് എക്സൈറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ ആ എനർജി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ബാൻഡ് ഗ്യാപ്പ്. നമ്മൾ കൊടുക്കുന്ന എനർജി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈ ഇടയ്ക്കുള്ള ബാൻഡ് ഗ്യാപ്പ്. എന്നാൽ മാത്രമേ ഇറ്റ് ക്യാൻ എക്സൈറ്റ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. മനസ്സിലായോ? പക്ഷേ ഇൻസുലേറ്ററിന്റെ കേസിൽ ആ ബാൻഡ് ഗ്യാപ്പ് ഭയങ്കര കൂടുതലാണ്, ഡിസ്റ്റൻസ്. ആ ഒരു ഡിഫറൻസ് ഇൻ എനർജി എന്ന് പറയുന്നത് E is very high for an electron to jump from valence band to conduction band. അതുകൊണ്ട് ഇലക്ട്രോൺസിന് എന്ത് പറ്റത്തില്ല, ജമ്പ് ചെയ്ത് അത്രയും എനർജി കിട്ടത്തില്ല. എവിടെ നിന്ന്? വാലൻസ് ബാൻഡിന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്ത് പറ്റത്തില്ല, ഇലക്ട്രോൺസ് ജമ്പ് ചെയ്താലല്ലേ കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. അപ്പൊ കണ്ടക്ഷൻ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇൻസുലേറ്ററിന്റെ കേസിൽ വെരി ഹൈ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ വെരി ലോ കണ്ടക്ടിവിറ്റി എന്ന് പറയാൻ റീസൺ. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഈ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഇത് കണ്ടക്ടർ ആണ്, ഇൻസുലേറ്റർ അല്ലായിരുന്നു. ദിസ് ഇസ് ദ കേസ് ഓഫ് കണ്ടക്ടർ അല്ലേ? അപ്പൊ ഈ കണ്ടക്ടറിന്റെ കേസിൽ നോക്കിയേ, ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? E is very less. നമ്മളിവിടെ എന്താ പറഞ്ഞേ, നമ്മൾ കൊടുക്കുന്ന എനർജി ഈജിനെക്കാളും കൂടുതലായാലേ കണ്ടക്ഷൻ നടക്കുകയുള്ളൂ. പക്ഷെ കണ്ടക്ടറിന്റെ കേസിൽ ഓൾറെഡി ഇത് രണ്ട് ഓവർലാപ്പ് ചെയ്ത് കിടന്ന EG ഇല്ല. EG is very less അല്ലേ? എക്സ്ട്രീംലി ലെസ്, ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്നാണ്, 0 ആണ്. അപ്പൊ അത് കാരണം ബാലൻസ് ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന് വളരെ ഒരു എനർജിയുടെ ആവശ്യം പോലും സത്യം പറഞ്ഞാൽ ഇല്ല, അത് എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ. കാരണം രണ്ടും ഓവർലാപ്പ് ചെയ്ത് കിടക്കുക. മനസ്സിലായോ? ആൻഡ് ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടറിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾ ഈ എക്സ്റ്റേണൽ എനർജി നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ഒരു പാർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പം ഇതിന്റെ കണ്ടക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. മനസ്സിലായോ? അതിനാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളത് പഠിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ വിചാരിക്കും ടെമ്പറേച്ചർ കൂട്ടുന്തോറും എനർജി കൂടിക്കൊണ്ടേയിരിക്കല്ലേ. അങ്ങനെ കൂടുന്തോറും എന്ത് പറ്റണം, ആക്ച്വലി ഈ കാരിയേഴ്സിന്റെ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ കൂടണം. അപ്പൊ കുറെ ഇലക്ട്രോൺസ് കുറെ ഹോൾസും ജനറേറ്റ് ആയിട്ട് ഫൈനലി എന്ത് സംഭവിക്കണം, കണ്ടക്ഷൻ കൂടണം. പക്ഷേ ഇറ്റ് ആക്ച്വലി ഡിക്രീസസ് ഡ്യൂ ടു എ പ്രോസസ് കോൾഡ് ആസ് എന്താണ്, കൊളിഷൻ അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ഉണ്ടാവും. അതിനെ പറ്റിയൊക്കെ നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളിൽ പഠിക്കും. ഓക്കെ, സോ ലെറ്റ് ദാറ്റ് ബി ദെയർ. അപ്പോ ഇവിടുത്തെ കേസ് മനസ്സിലായി. ഇനി കേസ് ഓഫ് സെമി കണ്ടക്ടറിൽ എന്താണ്, കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് ഇടയ്ക്ക് ഒരു അഡിക്വറ്റ് ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസ് നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയും. ആൻഡ് ദാറ്റ് ബാൻഡ് ഗ്യാപ്പിന് ഒരു വാല്യൂ ഉണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇൻ ദ കേസ് ഓഫ് സിലിക്കൺ ദാറ്റ് വാല്യൂ ഷുഡ് ബി 1.1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കണം. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ജെർമേനിയം ദാറ്റ് വാല്യൂ വിൽ ബി 0.7 ഇലക്ട്രോൺ വോൾട്ട്. സിലിക്കന്റെ കേസിൽ ബാൻഡ് ഗ്യാപ്പ് ജെർമേനിയം കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതലാണ്. ആൻഡ് ദർ ഇസ് അനദർ ടേം കോൾഡ് ആസ് ഇലക്ട്രോൺ അഫിനിറ്റി. ഇലക്ട്രോൺ അഫിനിറ്റി എന്താണെന്നറിയാവോ? നമ്മുടെ ഈ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടല്ലോ, ഈ കണ്ടക്ഷൻ ബാൻഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഈ വരച്ചേക്കുന്നത്. അതിനെ നമ്മൾ എനർജി EC കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ലെറ്റ് ദിസ് ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ് ദ എനർജി ഓഫ് എ വാക്യൂം ലെവൽ. ഈ വാക്യൂം ലെവൽ എന്താണ്? ഞാൻ പറഞ്ഞു, നമ്മളൊരു സിലിക്കൺ വേഫർ എടുക്കുകയാണെങ്കിൽ ഈ വേഫറിന്റെ അകത്ത് മാത്രമേ നമ്മുടെ 3 ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെ, ആ ഒരു ബൗണ്ടറിക്കകത്ത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ സിലിക്കൺ വേഫറിന്റെ പുറത്തും ഒരു ഏരിയ ഉണ്ട് അല്ലെ. സോ ഇഫ് സപ്പോസ് ദർ ഇസ് എൻ ഇലക്ട്രോൺ ഔട്ട്സൈഡ് ദിസ് ബൗണ്ടറി, ഏതൊരു ഇലക്ട്രോൺ ഉണ്ട്, ആ ഇലക്ട്രോണിന് ഞാൻ ഒരു എനർജി കൊടുക്കുകയാണെങ്കിൽ അതും എക്സൈറ്റ് ആവത്തില്ലേ അല്ലെ. അപ്പൊ അതിന് എക്സൈറ്റ് ചെയ്ത് പോവാൻ പറ്റുന്ന ആ മാക്സിമം വാല്യൂ നമ്മൾ പറയുന്ന പേരാണ് വാക്യൂം ലെവൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ക്രിസ്റ്റലിന്റെ പുറത്തുള്ള ഒരു ഇലക്ട്രോണിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പോകാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ആണ് ഒരു വാക്യൂം ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ വാക്യൂം ലെവൽ എന്ന് പറയുന്നത് ലിറ്ററലി ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എൻ എനർജി ലെവലാണ്. മനസ്സിലായോ? നമ്മുടെ ലാറ്റിസ് സ്ട്രക്ചറിന് പുറത്തുള്ള ഒരു ഇലക്ട്രോണിന്റെ എനർജി ലെവലാണ് ഈ പറയുന്ന വാക്യൂം ലെവൽ. അപ്പോ നമ്മുടെ ഈ ലാറ്റിസ് സ്ട്രക്ചറിന്റെ അകത്ത്, അതായത് നമ്മുടെ EC എന്ന് പറഞ്ഞ എനർജി ലെവലില് ഇവിടെ കിടക്കുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഇലക്ട്രോണിന് ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് ഈ വാക്യൂം ലെവൽ വരെ പോവാൻ ആയിട്ട് എടുക്കുന്ന എനർജി, ആ എനർജിനെയാണ് നമ്മൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. നോർമലി റെപ്രസെന്റഡ് ബൈ ദ സിമ്പൽ psi ആണ്.
നമ്മൾ ഇങ്ങനെ പറയും. അതിനാണ് നമ്മൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. സിലിക്കന്റെ കേസിൽ അതിന്റെ വാല്യൂ 4.05 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, നോട്ട് ദാറ്റ് പോയിന്റ് ഓൾസോ. പിന്നെ ഇപ്പൊ ദാറ്റ് ഇസ് അബൌട്ട് ദി ബാൻഡ് തിയറി, എനർജി ബാൻഡ് ഡയഗ്രാം. ഇനി നമ്മൾ വി ഹാവ് ടു സ്റ്റഡി സംതിങ് കോൾഡ് ആസ് എ ഫെർമി ലെവൽ. ഫെർമി ലെവൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വി ഹാവ് ദിസ് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. ഓക്കെ, അതേപോലെ വി ഹാവ് ദിസ് ബാലൻസ് ബാൻഡ് ഉണ്ട്. വി ഹാവ് ബാലൻസ് ബാൻഡ് ആൻഡ് വി ഹാവ് ദി കണ്ടക്ഷൻ ബാൻഡ്. ആൻഡ് ഈ ഇപ്പൊ നമ്മളിപ്പോ ഡീലിംഗ് എന്താണ്, വി ആർ ഡീലിംഗ് വിത്ത് ദ കേസ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ കേസിൽ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്താന്ന് വെച്ചാൽ the number of electrons generated will always be equal to the number of holes generated. മനസ്സിലായി? ഈ n സഫിക്സ് ഐ ഇട്ടേക്കുന്നത് എന്താണ്? n ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിനെയാണ്, നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സഫിക്സ് ഐ എന്താണ്? ഇൻട്രിൻസിക്കിന്റെ കേസിൽ. സോ അതുപോലെ ni will be equal to p എന്ന് പറയുന്നത് എന്താണ്? ഹോൾസ്, പോസിറ്റീവ്. ni will be equal to pi in the case of intrinsic semiconductor. And that will be equal to ni square എന്ന് പറയാം. ni square എന്താണ്? Intrinsic carrier concentration. Okay, this is your intrinsic carrier concentration. So number of electron will be equal to number of holes, that will be equal to the intrinsic carrier concentration ആണ് ഇൻട്രിൻസിന്റെ കേസിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മുടെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ഇമാജിനറി ലെവൽ which is actually lying in between, correct in between that of the conduction band and valence band. അതായത് ആസ് എൻ ഇക്വേഷൻ വി ക്യാൻ സ്റ്റേറ്റ് ലൈക്ക് ദിസ്. ദിസ് ഇ എഫ് ആണ് ഫെർമി ലെവലിനെ പറയുന്നത്. will be equal to EC plus EV by 2 എന്ന് റെപ്രസെന്റ് ചെയ്യാം ആ എനർജി ലെവൽ. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് സിലബസിൽ അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, ഇ എഫ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന്റെയും ബാലൻസ് ബാൻഡ്, അതായത് നമ്മുടെ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫോർബിഡൻ റീജിയന്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലെവൽ, എനർജി ലെവൽ ആണ്. അതൊരു ബാൻഡ് അല്ല, അതൊരു ലെവൽ, ഒരു സിംഗിൾ ലെവലാണ് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി അതിന്റെ പ്രത്യേകത എന്താന്ന് പറയുന്നത് at T equal to 0 Kelvin, നമ്മൾ ടെമ്പറേച്ചർ ഒന്നും കൊടുത്തിട്ടില്ല, 0 Kelvin ആണെങ്കിൽ ഈ ഇ എഫ് എന്ന് പറയുന്ന എനർജി ലെവലില് താഴെ വരുന്ന എല്ലാ സ്റ്റേറ്റ്സും ഒക്കുപ്പൈഡ് ആയിരിക്കും, അതിൽ മുകളിൽ വരുന്ന എല്ലാ സ്റ്റേറ്റ്സും എം ടി ആയിരിക്കും. അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, ഓൾ സ്റ്റേറ്റ്സ് എക്സിസ്റ്റിംഗ് ബിലോ ഇ എഫ് വിൽ ബി ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ്. അത് എല്ലാ സ്റ്റേറ്റിലും ഇലക്ട്രോൺസ് ഉണ്ടാവും, പക്ഷെ അതിന് മുകളിൽ വരുന്ന എല്ലാ സ്റ്റേറ്റും എന്താണ്? എം ടി ആയിരിക്കും, വേക്കന്റ് ആയിരിക്കും, ഇലക്ട്രോൺ ഇല്ല. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ആൻഡ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ത് പറ്റും? ഈ ഫെർമി ലെവലിന്റെ പൊസിഷനിൽ ഷിഫ്റ്റ് വരും. ഈ ഫെർമി ലെവലിന് മേലോട്ടോ താഴോട്ടോ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി ഉണ്ട്, അതാണ് ഫെർമി ലെവലിന്റെ കേസിൽ. ആൻഡ് നമുക്ക് ഇങ്ങനെയും പറയാൻ പറ്റും, ഇറ്റ് ഈസ് ഹൈയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ അറ്റ് അബ്സല്യൂട്ട് സീറോ. മനസ്സിലായി? കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു T equal to 0 Kelvinല് ഇ എഫിന്റെ താഴെ വരുന്ന എല്ലാ സ്റ്റേറ്റും ഫിൽഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം വരുന്ന എല്ലാ സ്റ്റേറ്റ്സും ഫിൽഡ് ആണെങ്കിൽ ഇ എഫ് അല്ലേ ഏറ്റവും ഹൈയസ്റ്റ് എനർജി ലെവൽ എന്ന് പറയുന്നത്? കാരണം അതിന്റെ മുകളിലുള്ളത് എല്ലാം എം ടി ആണ്. അപ്പൊ ഇ എഫ് ആണ് ഏറ്റവും ഹൈയസ്റ്റ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഈ കേസിൽ പറയാൻ പറ്റും. സോ ദാറ്റ് ഇസ് അബൌട്ട് ദി ഫെർമി ലെവൽ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് സെമി കണ്ടക്ടർ ആണ്. സെമി കണ്ടക്ടർ കേസിൽ അതിന്റെ റെസിസ്റ്റിവിറ്റിയുടെ റേഞ്ച് ആണ് ഫ്രം 10⁻⁻5 to 10⁻⁶ ഓം മീറ്റർ. അതുപോലെ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ 10⁻⁻6 to 10⁻5 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സിനെ നമ്മൾ MHO എന്നും പറയാറുണ്ട്. ഓം ഇൻവേഴ്സ് MHO അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് എന്നും പറയാറുണ്ട്, ഇത് സിമ്പൽ. ഓക്കെ, അതുപോലെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ ഇസ് നെഗറ്റീവ്, വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. അതുപോലെ കറന്റ് ഫ്ലോ നടക്കുന്നത് അല്ലെങ്കിൽ കണ്ടക്ഷൻ ഹാപ്പൻസ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് കാരിയേഴ്സ് കാരണമാണ്, ഇലക്ട്രോൺ ആൻഡ് ഹോൾ. ദീസ് ആർ ദ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് സെമി കണ്ടക്ടർ.